afternoon, all. Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon. എല്ലാവരും ക്രിസ്മസ് ഒക്കെ അടിച്ചുപൊളിച്ചിട്ട് ഹ്യൂമൻ റിസോഴ്സസ് എടുത്തുകൊണ്ടിരുന്നൊക്കെ മാത്രമായി കാണുമായിരിക്കും. എന്തായാലും നമുക്ക് ഇന്ന് ഒന്നുകൂടി സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ പോർഷനിലേക്ക് വരാം. നമ്മുടെ ഹ്യൂമൻ റിസോഴ്സസിന്റെ ഏത് ഭാഗമാണ് എടുത്തത് നിർത്തിയെന്ന് പറയാമോ? വരെയാണ് പ്രോബ്ലം ഓറിയന്റഡ് മെഡിക്കൽ റെക്കോർഡ്സ് ഫുള്ളായി. ഇന്റർവ്യൂ തുടങ്ങിയല്ലേ എടുക്കേണ്ടത്? അതെ നമുക്ക് നമ്മള് കണ്ടായിരുന്നു അല്ലെ, നമ്മുടെ ഹ്യൂമൻ റിസോഴ്സസിന്റെ ആ ഒരു പ്രാധാന്യം ഉണ്ടാവുന്നത്. അതുമായി ബന്ധപ്പെട്ട് ഹ്യൂമനെ സ്പെഷ്യലൈസ് ചെയ്തിട്ട് അവരുടെ സെലക്ഷൻ റിക്രൂട്ട്മെന്റ് നടത്തിയിരുന്നുണ്ടെങ്കിൽ റിക്രൂട്ട്മെന്റും അതിന്റെ സെലക്ഷനും അതിന്റെ ടെസ്റ്റിംഗ് ഓരോ പേഴ്സൺസിനെ സെലക്ട് ചെയ്താൽ മാത്രമല്ല ഓരോ കൃത്യമായിട്ടുള്ള ഡ്യൂട്ടി ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ആണ് ഫ്രീ ആയിട്ട് വരും. അവർക്ക് എങ്ങനെയെന്ന് അറിയില്ല. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിന്റെ ഇന്റർവ്യൂസ് ആണ് നമുക്ക് ഇനി എടുക്കാനുള്ളത്. അപ്പൊ അവരെ ഓരോ ടെസ്റ്റുകൾക്ക് വിധേയമായിട്ടും ഓരോ കറക്റ്റ് ആയിട്ടുള്ള പ്രോപ്പർ ആയിട്ടുള്ള പ്ലേസിൽ ഓരോ ജോബിന് അനുയോജ്യമായിട്ടുള്ള പ്രോസസ്സിനെ അവിടെ അപ്പോയിന്റ്മെന്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കുറച്ച് പ്ലേസ്മെന്റ് ടെസ്റ്റും കാര്യങ്ങളൊക്കെയാണ് നേരത്തെ കണ്ടത്. ഇനി നമുക്കുള്ളത് ഇന്റർവ്യൂ, അതായത് ഈ ഒരു ടെസ്റ്റുകൾക്ക് ഉപരിയായിട്ട് പണ്ടേ ഉള്ളിൽ നമുക്കറിയാം കുറച്ച് ആപ്ലിക്കേഷൻസ് ഒക്കെ സ്വീകരിച്ചിട്ട് ഇന്റർവ്യൂ നടത്തിയിട്ടാണ് അപ്പോയിന്റ്മെന്റ്സ് ഒക്കെ ചെയ്യാറ്. ആ ഒരു രീതി ആ ഇന്റർവ്യൂസിനെ കുറിച്ചിട്ട് നമുക്ക് എന്താണെന്ന് നോക്കാം. Interviews is there for one meeting where one or more persons questions or assess another person. അതായത് നമുക്കറിയാം കാൻഡിഡേറ്റ്സ് വരുമ്പോൾ അവരെ ഒരുപാട് പേര് പാനലിൽ ഇരിക്കുന്നവരോ അല്ലെങ്കിൽ ഒറ്റയ്ക്കാണെങ്കിലും ഇന്റർവ്യൂ ബോർഡ് എങ്ങനെയാണോ തീരുമാനിക്കുന്നത് അതനുസരിച്ചിട്ട് ആ കാൻഡിഡേറ്റിന് അസസ് ചെയ്യുന്ന ഓരോ ക്വസ്റ്റ്യൻസ് ഒക്കെ കൊടുത്തിട്ട് വിലയിരുത്തും. അവരുടെ ആൻസർ വിലയിരുത്തിയിട്ടാണ് അവരെ അപ്പോയിന്റ്മെന്റിലേക്ക് നിശ്ചയിക്കുന്നത്. The most widely used selection tool is probability interview. നമുക്കറിയാം പ്രധാനമായിട്ടും അല്ലെ വൈഡായിട്ട് യൂസ് ചെയ്യുന്ന ഒരു സെലക്ഷൻ ടൂൾ ആണ് ഇന്റർവ്യൂ എന്നുള്ളത്. It is a most complex selection technique since its scope consists of measuring all the relevant characteristics and integrating and classifying all other information about the applicant. അതായത് ആപ്ലിക്കേഷൻ കൊടുത്തിരിക്കുന്ന വ്യക്തിയെ കുറിച്ചിട്ട് അവരുടെ വിവരങ്ങൾ, അവരുടെ ആ ഒരു ജോലിയോടുള്ള ആ ഒരു താല്പര്യം അല്ലെങ്കിൽ ക്വാളിഫിക്കേഷൻസ് ഇതെല്ലാം വെച്ചുകൊണ്ട് വ്യത്യസ്ത തരത്തിലുള്ള രീതിയിൽ അവരിൽ നിന്ന് വിവരങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സെലക്ഷൻ ടെക്നിക്കോട് കൂടിയിട്ട് അല്ലെ വ്യത്യസ്ത ടെക്നിക്ക് ഉപയോഗിച്ചിട്ടായിരിക്കും ചില കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് അപ്പൊ അവരുടെ ആൻസർ പറയുന്നതിൽ നിന്ന് എടുത്തിട്ടായിരിക്കും ചില കാര്യങ്ങളൊക്കെ ചോദിക്കുന്നത്. അപ്പൊ ആ ഒരു ടെക്നിക്ക് രീതിയിൽ തന്നെ ഈ ഇന്റർവ്യൂവിൽ ഇരിക്കുന്ന പേഴ്സൺസിൽ നിന്ന് വ്യത്യസ്ത തരത്തിലുള്ള ഇൻഫോർമേഷൻസ് വിവരങ്ങള് നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു രീതി അവലംബിക്കുന്നതാണ് ഇന്റർവ്യൂ. അതാണ് പറയുന്നത് ഇറ്റ് ഈസ് എ മോസ്റ്റ് കോംപ്ലക്സ് സെലക്ഷൻ എന്ന് വെച്ചാൽ ഇച്ചിരി ബുദ്ധിമുട്ട് അല്ലെ കോംപ്ലക്സ് ആയിട്ടുള്ള രീതിയിലായിട്ടാണ് ഈ സെലക്ഷൻ ടെക്നിക്കുകളൊക്കെ നടത്തിക്കൊണ്ട് പോകുന്നത്. സ്കോപ്പ് കൺസിസ്റ്റ് ഓഫ് മെഷറിംഗ് ഓൾ ദ റെലവന്റ് ക്യാരക്ടറിസ്റ്റിക്സ്, എല്ലാ സവിശേഷതകളും പ്രധാനപ്പെട്ട എല്ലാ സവിശേഷതകളും അതേപോലെ തന്നെ ആൻഡ് ഇന്റഗ്രേറ്റിംഗ് ആൻഡ് ക്ലാസിഫൈങ് ഓൾ അതർ ഇൻഫോർമേഷൻ അബൌട്ട് ദ ആപ്ലിക്കന്റിന് ഉള്ള വ്യത്യസ്ത തരത്തിലുള്ള വിവരങ്ങൾ അത് തരംതിരിച്ച് നമ്മൾ ഉദ്ദേശിക്കുന്ന ജോലിയിലേക്ക് എവിടാണോ എന്ന് ഉള്ള ഒരു കോംപ്ലക്സ് രീതിയിലുള്ള ഒരു ടെക്നിക്കുകളാണ് ഇന്റർവ്യൂവിലൂടെ നടപ്പാക്കുന്നത്. The interview is defined as a selection technique which enables the employer to view the knowledge. നമുക്കറിയാം എംപ്ലോയർ അല്ലെ ആ ഒരു തൊഴിലുടമ തൊഴിലാളിയെ കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും ഐഡന്റിഫൈ ചെയ്യുക അല്ലെ മനസ്സിലാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ട് സെലക്ഷൻ ടെക്നിക്കുകൾ ഉപയോഗിക്കുന്നത്. ഇൻഡിവിജ്വൽ ആൻഡ് ഡയറക്ട്ലി അപ്രൈസ് ചെയ്യുമ്പോൾ ആൻഡ് ബിഹേവിയർ ചിലപ്പോൾ ഒരു പക്ഷെ അവർ ചോദിക്കുന്നതിനനുസരിച്ചിട്ടുള്ള ആൻസർ ഒക്കെ വരുമ്പോൾ അവരെ വ്യക്തി പറയുകയോ അല്ലെങ്കിൽ ഓക്കെ നിങ്ങൾക്ക് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ വരുന്ന കാര്യങ്ങളൊക്കെ എങ്ങനെ ചെയ്യും
അല്ലെങ്കിൽ എന്തെങ്കിലും ഇംഗ്ലീഷിലാണെങ്കിലും നമുക്കറിയാമല്ലോ ഇന്റർവ്യൂ ബോർഡ് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് അനുസൃതമായിട്ട് കൃത്യമായിട്ടുള്ള ആൻസേഴ്സ് ചിലപ്പോൾ കൃത്യസമയത്തിനുള്ളിൽ അവരെ ഇൻഫോം ചെയ്യേണ്ടതായിട്ട് വരും, അവരെ ധരിപ്പിക്കേണ്ടതായിട്ട് വരും. അപ്പൊ അതനുസരിച്ചിട്ട് അവര് ചിലപ്പോൾ ആണെങ്കിൽ നമ്മൾ അപ്രൈസ് ഒക്കെ ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ വ്യക്തി പറയും ചിലപ്പോൾ ചില പെരുമാറ്റ രീതികളെല്ലാം അവരെ അതിൽ നിന്ന് അസസ് ചെയ്ത് വിലയിരുത്തിയത്. ഇതാണ് ഇന്റർവ്യൂവില് നടക്കുന്നത്. An interview attempts to secure a maximum amount of information from the candidate concerning his suitability for the job under consideration. അതായത് ഇത്തരത്തില് നമ്മൾ പ്രധാനമായിട്ടും ഇന്റർവ്യൂ ബോർഡിൽ ഇന്റർവ്യൂവർ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്, ആ ജോലിക്ക് മതിയായ പേഴ്സൺ ആണോ ഈ വ്യക്തി എന്നറിയാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അത്തരത്തിലുള്ള പല ടെക്നിക്സ് ഉപയോഗിച്ചിട്ട് ഓരോ ചോദ്യങ്ങൾ ചോദിക്കുന്നത്. അപ്പൊ കൃത്യമായിട്ടുള്ള ആൻസർ കൃത്യമായിട്ടുള്ള സമയത്തിനുള്ളിൽ പറഞ്ഞു തരാനായിട്ട് പറ്റുന്നുണ്ട് എങ്കിൽ അത് അവരുദ്ദേശിച്ച ആൻസർ തന്നെയാണ് എങ്കിൽ അവർക്ക് സെലക്ഷനിൽ അവർക്ക് അപ്പോയിന്റ്മെന്റ് ഓഫർ കൊടുക്കുന്ന ഒരു രീതിയാണ്. ഇനി വ്യത്യസ്ത തരത്തിലുള്ള ഇന്റർവ്യൂകളെ കുറിച്ച് പഠിക്കാനുള്ള ടൈപ്സ് ഓഫ് ഇന്റർവ്യൂസ്. അതിലെ ഫസ്റ്റ് വൺ പറയുന്നത് പാറ്റേൺ ഓർ സ്ട്രക്ചേർഡ് ഇന്റർവ്യൂ. Patterned or structured interview, non-direct free interview, depth or action interview, group or discussion interview, parallel or board interview, stress interview. അങ്ങനെ അത്തരത്തിലുള്ള വ്യത്യസ്ത തരത്തിലുള്ള ഇന്റർവ്യൂസുകളാണ് ഈ കാലഘട്ടങ്ങളിൽ നമുക്ക് അറിയുമ്പോൾ അല്ലെ ചിലപ്പോ ഇന്റർവ്യൂ നടത്തുന്ന പറയുമ്പോൾ ഒരേ രീതി തന്നെയാണ്, പക്ഷെ വ്യത്യസ്ത രീതികളിലുള്ള ഈ ഇന്റർവ്യൂ നടത്തുന്നുണ്ട് എന്നുള്ളതാണ്. പാറ്റേൺ ഓർ സ്ട്രക്ചേർഡ് ഇന്റർവ്യൂ എന്താ നടക്കുന്നത്? Such interviews are also called standardized interviews because they are pre-planned to a high degree of accuracy and precision. അതായത് നമ്മളെ നേരത്തെ കൂട്ടി ഒരു ഇന്റർവ്യൂവിന് വരുന്നതിന് മുമ്പ് തന്നെ അല്ലെ കാൻഡിഡേറ്റ്സ് വരുന്നതിന് മുമ്പ് തന്നെ ഇന്റർവ്യൂ ബോർഡ് എന്തൊക്കെ ചോദ്യങ്ങളാണ് ചോദിക്കുന്നതെന്ന് നേരത്തെ കൂട്ടി തയ്യാറാക്കിയിട്ടുണ്ടാവും. അവരതിനുള്ള ആൻസേഴ്സ് കാൻഡിഡേറ്റിൽ പ്രതീക്ഷിക്കുന്ന ആൻസേഴ്സും അവരെ രേഖപ്പെടുത്തിയിട്ടുണ്ടാവും അല്ലെ. ഇന്ന ആൻസറുകൾ കൃത്യമായിട്ട് തന്നെ ഈ ആൻസറുകൾ ചിലപ്പോ എന്താണ് അക്കാദമിക് ക്വാളിഫിക്കേഷൻ ബേസ് ചെയ്തിട്ട് ചില നോളജ് ആക്കാൻ പറ്റുന്ന രീതിയിലുള്ള ആൻസേഴ്സ് ആയിരിക്കും. ചിലപ്പോൾ കുറച്ചുകൂടി പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് അദ്ദേഹത്തിന് ഓക്കെ ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് അതുമായി ബന്ധപ്പെടുത്തിയ ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും. എന്ത് തന്നെയാണെങ്കിലും അത് പ്രീ പ്ലാൻഡ് ആയിരിക്കും, അതായത് നേരത്തെ കൂട്ടി തയ്യാറാക്കുന്നതായിരിക്കും. അതിനനുസരിച്ചിട്ട് ഇവിടെ കൊടുക്കുന്ന ഈ ആൻസേഴ്സ് അത് കൃത്യതയുള്ളതാണ് എങ്കിൽ അത് accuracy and precision അത് കൃത്യതയോട് കൂടിയിട്ടുള്ള ഒരു ആൻസർ ആണ് ഈ കാൻഡിഡേറ്റ്സ് കൊടുക്കുന്നത് എങ്കിൽ അവരെ സെലക്ട് ചെയ്യുന്ന അപ്പോയിന്റ്മെന്റ് കാര്യങ്ങൾ നടത്തുന്ന ഒരു രീതിയാണ് പാറ്റേൺ ഓർ സ്ട്രക്ചേർഡ്. അതിന് മറ്റൊരു പേരാണ് സ്റ്റാൻഡർഡൈസ്ഡ് ഇന്റർവ്യൂസ്. അപ്പൊ അതില് പ്രധാനമായിട്ടുള്ളത് പ്രീ പ്ലാൻഡ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക അല്ലെ, നേരത്തെ കൂട്ടി തയ്യാറാക്കുന്ന ഒരു രീതിയാണ്. നെക്സ്റ്റ് പറയുന്നത് നോൺ ഡയറക്റ്റ് ഫ്രീ ഇന്റർവ്യൂ. എന്താ പറയുന്നത്? It does not have a structure and is relatively non-planned as to format. എന്താണ് സ്ട്രക്ചർ അല്ലെ, നേരത്തെ കുട്ടി ഇതിനൊരു പ്രത്യേക ഘടനയൊന്നുമില്ല, പ്രത്യേകമായിട്ട് തയ്യാറാക്കിയിട്ടൊന്നുമില്ല. In such an interview, the applicant is asked some very general questions and he may reply to these in any way he likes for a considerable length of time. എന്തെങ്കിലും അല്ലെ ജനറൽ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യത്തിനെ കുറിച്ചിട്ട് ഇപ്പൊ നടക്കുന്ന സംഭവങ്ങൾ അല്ലെ പ്രസന്റിലുള്ള എന്തെങ്കിലും ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് അവരോട് ചോദിക്കുകയും അതിനെ കൃത്യതയോട് കൂടി കൃത്യസമയത്തിനുള്ളിൽ ഉദ്ദേശിക്കുന്ന ആൻസർ കിട്ടുന്നുണ്ട് എങ്കിൽ അവർക്ക് ഏബിൾ ആണ്. അതിന് യോജിച്ചമായുള്ള രീതിയിൽ അവരെ സെലക്ട് ചെയ്യുന്ന ഒരു രീതിയാണ് നോൺ ഡയറക്റ്റ് ഫ്രീ ഇന്റർവ്യൂ പറയുന്നത്. അതായത് ഇതിന് പ്രീ പ്ലാൻഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇല്ല, എന്താണ് ജനറൽ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ. ഇൻ കേസ് ഇപ്പൊ എന്റെ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ടാണെങ്കിൽ ജനറൽ ആയിട്ടുള്ള ഹോസ്പിറ്റൽ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അപ്പൊ അതുമായി ബന്ധപ്പെട്ട ഈ വ്യക്തിക്കുള്ള ആൻസേഴ്സ് അത് കൃത്യസമയത്തിനുള്ളിൽ ഇവർക്ക് ധരിപ്പിക്കാനായിട്ട് സാധിക്കുന്നുണ്ട് എങ്കിൽ അവരെ സെലക്ട് ചെയ്യുന്ന. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഡെപ്ത് ഓർ ആക്ഷൻ ഇന്റർവ്യൂ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് സെമി സ്ട്രക്ചേർഡ് ഇൻ നേച്ചർ ആൻഡ് യൂസസ്. അതായത് പകുതി നേരത്തെ കൂട്ടി തയ്യാറാക്കുന്നതാണോ എന്ന് ചോദിച്ചാൽ ആണ് അല്ലെ, അതിനനുസരിച്ചുള്ള ചെറിയ രീതിയിൽ തയ്യാറാക്കിയിട്ടുണ്ടാകും, പക്ഷെ കുറച്ചു ഭാഗം അങ്ങനെ തയ്യാറാക്കുന്ന രീതിയുമല്ല. ടിപ്പിക്കൽ സബ്ജക്ട്സ് discussed at such interviews consist of the candidates for life, education, previous experience, aptitude, entertaining interest and hobbies. അതായത് ഇതിന്റെ രീതി അനുസരിച്ചിട്ട് നേരത്തെ കൂട്ടി തയ്യാറാക്കിയതുള്ളതെന്ന് ചോദിച്ചാൽ കുറച്ച് നേരത്തെ കൂട്ടി ചെറിയ ചെറിയ കാര്യങ്ങളെല്ലാം അവർ ഉൾക്കൊള്ളിച്ചിട്ടുണ്ടാവും.
പിന്നീട് വീണ്ടും എന്താണ് ഈ ക്വസ്റ്റ്യൻസിൽ നിന്നും എന്താണ് വീണ്ടും ചെറിയ ഇവരുടെ ഈ ഒരു കാൻഡിഡേറ്റിന്റെ ഇൻട്രസ്റ്റും അതേമാതിരി തന്നെ അവരുടെ എക്സ്പീരിയൻസും അവരുടെ മനസ്സിലുള്ള ആശയങ്ങളും അതേമാതിരി തന്നെ സ്റ്റൈലും എല്ലാം അതായത് അനുയോജ്യമാണോ ഈ തൊഴിലിനോട് ചേർന്നതാണോ എന്ന് വിലയിരുത്തുന്ന രീതിയാണ് ഡെപ്ത് ഓർ ആക്ഷൻ ഇന്റർവ്യൂ. അതായത് ചെറുതായിട്ട് നേരത്തെ കുട്ടി തയ്യാറാക്കിയ കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിരിക്കും അവരുടെ മുമ്പിൽ വെക്കുക. ആ ക്വസ്റ്റ്യനോടൊപ്പം തന്നെ ഇവരുടെ പ്രത്യേകമായിട്ടുള്ള ഈ കാൻഡിഡേറ്റിന്റെ പ്രത്യേകമായിട്ടുള്ള അഭിരുചിയും മറ്റു കാര്യങ്ങളെല്ലാം അതിൽ നിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ നേരത്തെ പറഞ്ഞ വളരെ കൂട്ടിച്ചേർത്ത് കുറച്ച് ഹിസ്റ്ററീസും അവരുടെ ഒരു ആറ്റിറ്റ്യൂഡും അവരുടെ അതിനോടുള്ള ഇൻട്രസ്റ്റും എല്ലാം ആക്കുന്ന രീതിയാണ് ഡെപ്ത് ഓർ ആക്ഷൻ ഇന്റർവ്യൂ എന്ന് പറയുന്നത്. ഇനി വീണ്ടും ഗ്രൂപ്പ് ഓർ ഡിസ്കഷൻ ഇന്റർവ്യൂ. ഇതിൽ എന്താ പറയുന്നത്? In this type of interview, groups rather than individuals are interviewed. അതായത് നമ്മൾ ഗ്രൂപ്പിൽ തന്നെ അല്ലെ ഇന്റർവ്യൂ ചെയ്തു വരുമ്പോൾ ചിലർക്ക് ചില കാര്യങ്ങൾ നമുക്കറിയാം. ഇന്റർവ്യൂടെ ഒന്നിച്ചൊരു ഗ്രൂപ്പിലേക്ക് തന്നെ ചില 10 പേഴ്സൺസിൽ നിന്ന് ഒരു 2-3 പേരെ തരംതിരിക്കേണ്ടതല്ല. എല്ലാവരും ഒരേ ക്വാളിഫൈഡ് ആയിട്ടുള്ള പേഴ്സൺസ് ഒക്കെ ആണെന്നാണ് ഗ്രൂപ്പായിട്ട് തന്നെ ഒന്നിച്ച് ചിലപ്പോഴെങ്കിൽ ആ ഒരു ക്വസ്റ്റ്യൻസ് ഇന്റർവ്യൂ ബോർഡ് തന്നെ ഇന്റർവ്യൂവിലിരിക്കുന്ന ഇന്റർവ്യൂകൾ കൊടുക്കുകയാണ്. അതിന്റെ ആ ഒരു ആൻസേഴ്സ് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം നല്ല രീതിയിൽ ആശയം പങ്കുവെച്ച കൃത്യസമയത്ത് നല്ല രീതിയിലുള്ള മറുപടി കൊടുക്കുന്ന അല്ലെ നല്ല ക്വസ്റ്റ്യൻസിന് അനുയോജ്യമായ ആൻസർ പ്രൊവൈഡ് ചെയ്യുന്ന വ്യക്തികൾ ആരാണോ അവരെ തിരഞ്ഞെടുക്കുന്ന ഒരു രീതിയാണ് ഗ്രൂപ്പ് ഓർ ഡിസ്കഷൻ ഇന്റർവ്യൂ. നെക്സ്റ്റ് പറയുന്നത് പാനൽ ഓർ ബോർഡ് ഇന്റർവ്യൂ. എന്താണ് പാനൽ ഓർ ബോർഡ് ഇന്റർവ്യൂ? ഇൻ ദിസ് ഒന്നുകൂടി പറയാം. ഗ്രൂപ്പ് ഓർ ഡിസ്കഷൻ ഇന്റർവ്യൂ. In this type of interview, groups rather than individuals are interviewed. ഗ്രൂപ്പിലാണ് നമ്മളിത് കൊടുക്കുന്നത് അല്ലെ, ഗ്രൂപ്പിലാണ് ഇന്റർവ്യൂ ബോർഡിലെ ക്വസ്റ്റ്യൻസ് കൊടുക്കുന്നത്. പക്ഷെ അവിടെ ഗ്രൂപ്പിനേക്കാൾ ഉപരി ഇൻഡിവിജ്വൽസിനെ അവർ ഇന്റർവ്യൂ ചെയ്യാണ്. ഓരോ പേഴ്സൺസും വ്യക്തിപരമായിട്ട് അവർ ആൻസർ പറയുമ്പോൾ നല്ല ഒരു അല്ലെ നല്ല പ്രത്യേകിച്ച് ആരുടെയും സപ്പോർട്ട് ഇല്ലാതെ തന്നെ ആൻസർ പറയുന്ന അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ആൻസർ പറയുന്ന അല്ലെങ്കിൽ കൃത്യമായ ആശയം പങ്കുവെക്കുന്ന പേഴ്സൺസിനെ കണ്ടെത്തുന്ന ഒരു രീതിയാണ്. അപ്പം നമ്മുടെ ഗ്രൂപ്പിലേക്കായിരിക്കാം ഒരു പക്ഷേ ഈ ഒരു ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസ് വരുന്നത്. പക്ഷെ അതിലൂടെ തന്നെ ഇൻഡിവിജ്വൽസിനെ ഇന്റർവ്യൂ ചെയ്ത് എടുക്കുന്ന ഒരു രീതിയാണ് എന്താണ് ഗ്രൂപ്പ് ഓഫ് ഡിസ്കഷൻ ഇന്റർവ്യൂ പറയാം. ഓക്കെ, ക്ലിയർ ആയിട്ട്. നെക്സ്റ്റ് എന്താണ് പാനൽ ഓർ ബോർഡ് ഇന്റർവ്യൂ. എന്താണ് ഇതിൽ പറയുന്നത്? In this type of interview, a candidate is interviewed by a number of interviewers. അതായത് നമുക്കറിയാം ഒരു കാൻഡിഡേറ്റ് അല്ലെ ഒരുപാട് ഇന്റർവ്യൂവേഴ്സ് അവര് ഒരുപാട് പേരുണ്ടാവും. ആ പാനലിൽ ഒത്തിരി 3-4 പേരൊക്കെ ഉണ്ടാവും. അപ്പൊ വ്യത്യസ്ത തരത്തിലുള്ള ചോദ്യങ്ങൾ ഒരാൾ ചോദിക്കുന്നതിന്റെ ഇടയിൽ തന്നെ ചിലപ്പോൾ ആൻസർ പറയുന്നതിന്റെ അതിൽ നിന്ന് മറ്റൊരു ക്വസ്റ്റ്യൻ ചിലപ്പോൾ മറ്റൊരു വ്യക്തി ചോദിക്കുന്നുണ്ടാവാം. അപ്പൊ അതനുസരിച്ചിട്ട് എല്ലാവർക്കും നന്നായിട്ട് റെസ്പോണ്ട് ചെയ്യാൻ പറ്റുന്ന വ്യക്തി അങ്ങനെയുള്ള വ്യക്തികൾ എന്താണ് സെലക്ട് ചെയ്യുന്ന ഒരു രീതിയാണ് എന്താ പാനൽ ഓർ ബോർഡ് ഇന്റർവ്യൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ 1-2 കൂടുതൽ വ്യക്തികൾ ഉണ്ടാവും ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് എന്നുള്ള കാര്യം മാത്രമേ. In this type of interview, a candidate is interviewed by a number of interviewers. The next, the last one പറയുന്നത് സ്ട്രെസ് ഇന്റർവ്യൂ. സ്ട്രെസ് ഇന്റർവ്യൂല് പറയുന്നത് in the stress interview, the interviewer undertakes an unfriendly role toward the applicant. അതായത് ഫ്രണ്ട്ലി അല്ല അല്ലെ, ചിലപ്പോ ഹോസ്പിറ്റൽ ബേസ് ചെയ്തിട്ട് നമുക്കറിയാം എല്ലാവർക്കും അല്ലെ ഒരു സ്റ്റാഫ് നമുക്കറിയാം സ്റ്റാഫുകളായിട്ട് വരുമ്പോൾ എല്ലാവരും തന്നെ ഒരേ ക്വാളിഫൈഡ് പേഴ്സൺസ് ഒക്കെ ആയിരിക്കും. അപ്പൊ സ്റ്റാഫ് ബേസിൽ നിന്നും ഓരോ വിഭാഗത്തിലേക്ക് ഓരോ ഡിപ്പാർട്ട്മെന്റിലേക്ക് ഇൻ കേസ് മോർച്ചറി വിഭാഗത്തിലേക്ക് അങ്ങനെയുള്ള വിഭാഗത്തിലേക്കൊക്കെ ചിലപ്പോൾ പേഴ്സൺസിനെ അപ്പോയിന്റ്മെന്റ് ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള ഒരു ഇന്റർവ്യൂ കൊടുക്കാൻ സാധ്യതയുണ്ട് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് അതിനെ അഭിമുഖീകരിക്കാനുള്ള ഒരു കഴിവും കൂടി ഉണ്ടോ എന്ന് ആക്കേണ്ടത്. സ്ട്രെസ് ഇന്റർവ്യൂവിൽ എന്താ ചെയ്യുന്നത്? സ്ട്രെസ് ഇന്റർവ്യൂ the interviewer undertakes an unfriendly role toward the applicant. ആപ്ലിക്കന്റിന്റെ ഇടയിലേക്ക് ഫ്രണ്ട്ലി അല്ലാതെ അല്ലെ സൗഹൃദമായിട്ടുള്ള ഒരു രീതിയിലുള്ള കാര്യമല്ല കൊടുക്കുന്നത്. അങ്ങനെ കൊടുക്കുമ്പോൾ he deliberately put him on the defensive by trying to annoy, impress or frustrate him. അതായത് നമ്മളിപ്പോ ആ ഒരു കാര്യം നമ്മൾക്ക് ഇഷ്ടമില്ലാത്ത ഇന്റർവ്യൂ ചെയ്യാനായിട്ട് അടിച്ച് ഏൽപ്പിക്കുന്ന ഒരു രീതിയിൽ എന്തെങ്കിലും കാര്യം കൊടുക്കുമ്പോൾ ചിലപ്പോ അതിനെ ഡിഫെൻഡ് ചെയ്യും, പ്രതികരിക്കും അല്ലെ നമ്മൾ ചിലപ്പോഴെങ്കിൽ അത്
നല്ല സാധാരണ രീതിയിൽ ഫ്രണ്ട്ലി അല്ലാത്ത രീതിയിലാവുമ്പോൾ ചിലപ്പോൾ അത് ഷൗട്ട് ചെയ്തുണ്ടാക്കിയായിരിക്കും നമ്മൾ അതിനെ പ്രതികരിക്കുന്നത്. അത് ഏത് രീതിയിലാണ് നമ്മൾ ഇത്തരത്തിലുള്ള സ്ട്രെസ് കൊടുക്കുമ്പോൾ ചിലര് വലിയ കാമായിട്ടോട് കൂടി ചിലപ്പോൾ സോൾവ് ചെയ്യുന്ന രീതിയിൽ തന്നെ ചിലപ്പോൾ ചില കാര്യങ്ങളെല്ലാം അത് സ്വീകരിച്ചിട്ട് അതിന്റെ റിസൾട്ട്സ് കറക്റ്റ് ആയിട്ടുള്ള ഒരു ആൻസർ അവർക്ക് ആ ഒരു ഇന്റർവ്യൂ ബോർഡിന് ലഭിക്കത്തക്ക വിധത്തിലും അവരെ ഹാൻഡിൽ ചെയ്തിരിക്കും. അപ്പൊ ഈ ഓരോ പ്രതിസന്ധി ഘട്ടങ്ങൾ എങ്ങനെ ഇവർക്ക് തരണം ചെയ്യാൻ സാധിക്കും എന്നുള്ളത് അളക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഇത്തരത്തിലുള്ള സ്ട്രെസ് ഇന്റർവ്യൂ കൊടുക്കുന്നത്. അപ്പൊ സ്ട്രെസ് ആയിട്ടുള്ള കാര്യങ്ങൾ കൊടുത്തു കഴിയുമ്പോൾ അവരെങ്ങനെയാണ് അതിനെ പ്രതികരിക്കുന്നത്. ദിസ് ഈസ് ഡൺ ഇൻ ഓർഡർ ടു ഫൈൻഡ് ഔട്ട് how a candidate behaves in a stress situation, whether he loses his temper, gets confused or frightened. ഇത്തരത്തിലുള്ള സ്ട്രെസ് കൊടുക്കുമ്പോൾ അവർ പേടിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ കൺഫ്യൂഷൻ അവിടെ ഉണ്ടോ, എന്ത് ചെയ്യണമെന്ന് വെപ്രാളപ്പെടുന്നുണ്ടോ, അല്ലെങ്കിൽ അവർക്ക് കോപം വരുന്നുണ്ടോ, ഇതൊക്കെ ഈ ഒരു സ്ട്രെസ് കൊടുക്കുമ്പോൾ ഈ ഇന്റർവ്യൂവർ നോട്ടിഫൈ ചെയ്യും. അതനുസരിച്ച് ഇവർക്ക് നന്നായിട്ട് വലിയ കുഴപ്പമില്ല അവരെ ഹാൻഡിൽ ചെയ്യുന്നുണ്ടെങ്കിൽ അതനുസരിച്ചുള്ള ഒരു അപ്പോയിന്റ്മെന്റ് ഒക്കെ കൊടുക്കുന്ന ഒരു രീതിയാണ് സ്ട്രെസ് ഇന്റർവ്യൂ. നമുക്കറിയാം ക്വാളിഫൈഡ് ആയിട്ടുള്ള പേഴ്സൺസിന് ചിലപ്പോ എന്താണ് ചില കാര്യങ്ങൾ ചെയ്യാനായിട്ട് കഴിവുണ്ടാവണമെന്നില്ല അല്ലെ. അത് അളക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള രീതിയിൽ ഇന്റർവ്യൂ നടത്തുന്നത്. അപ്പൊ വ്യത്യസ്ത തരത്തിലുള്ള ഇന്റർവ്യൂസ് ആണ് നമ്മൾ നോക്കിയത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ലാസ്റ്റ് ഒന്നുകൂടെ പറയാം. ഓക്കെ, സ്ട്രെസ് ഇന്റർവ്യൂ എന്ന് പറയുമ്പോൾ ഇൻ ദ സ്ട്രെസ് ഇന്റർവ്യൂ ദ ഇന്റർവ്യൂവർ അണ്ടർടേക്സ് an unfriendly role toward the applicant. ഈ ആപ്ലിക്കന്റിന്റെ ഇടയിലേക്ക് സൗഹൃദമല്ലാത്ത രീതിയിലുള്ള കാര്യമായിരിക്കും കൊടുക്കുന്നത്. അണ്ടർടേക്സ് ആ അൺഫ്രണ്ട്ലി ഒരു റോളാണ് അവർക്ക് കൊടുക്കുന്നത്. He deliberately put him on the defensive by trying to annoy, impress or frustrate him. അതായത് ഒന്നില്ലെങ്കിൽ ഇവരെ നിരാശപ്പെടുത്തുന്ന കാര്യങ്ങളായിരിക്കും കൊടുക്കുന്നത്. ചിലപ്പോൾ നമ്മൾ എന്താ പറയുക ഇന്റർവ്യൂവിന് ചെല്ലുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യമായിരിക്കില്ല തരുന്നത്. അവരൊട്ടും പ്രതീക്ഷിക്കാത്ത ഒരു മാറ്ററായിരിക്കും കൊണ്ട് ചെയ്യാനായിട്ട് ആവശ്യപ്പെടുന്നത്, അല്ലെങ്കിൽ വിവരിച്ചു കൊടുക്കാനായിട്ട് പറയുന്നത്. അല്ലെങ്കിൽ എന്താണ് ഇംപ്രസ് എന്ന് പറയുന്നത് എന്താണ്, നമുക്ക് ശല്യപ്പെടുത്തുന്ന ഒരു രീതിയിൽ ചിലപ്പോൾ ഒന്ന് പറയാനേക്ക് മറ്റൊരു ക്വസ്റ്റ്യൻ ചോദിക്കുക, എന്തെങ്കിലും അങ്ങനെ ഒരു അല്ലെങ്കിൽ എന്തിനെങ്കിലും കുറിച്ച് വിവരിച്ച് നമ്മളൊന്ന് മനസ്സിലേക്ക് ഉൾക്കൊണ്ടുകൊണ്ട് അതിന്റെ ഒരു മെത്തേഡ് പറയുന്നതിന് ഇടയ്ക്കായിരിക്കും വേറെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വരും. അപ്പൊ ഇങ്ങനെ ശല്യപ്പെടുത്തുന്ന അല്ലെങ്കിൽ നിരാശപ്പെടുത്തുന്ന രീതിയിൽ ഇവരെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിൽ കാൻഡിഡേറ്റിനെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലുള്ള ഒരു കാര്യം അവർക്ക് വിവരിച്ചു കൊടുക്കാനായിട്ട് വാഗ്ദാനം ചെയ്യുന്നു. ദിസ് ഇസ് ഡൺ ഇൻ ഓർഡർ ടു ഫൈൻഡ് ഔട്ട്. ഒരുപക്ഷെ നമുക്ക് ഇന്റർവ്യൂ നടത്തുന്നവർക്കും എന്തെങ്കിലും പ്രവർത്തിച്ച് കാണിച്ചു കൊടുക്കാനായിരിക്കും ഇതെങ്ങനെയാണ് നിങ്ങൾ എങ്ങനെ ഫേസ് ചെയ്യുന്നത് അല്ലെ. ഇങ്ങനെ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് വരുമ്പോൾ നിങ്ങൾ ഇതെങ്ങനെ ഫേസ് ചെയ്യുന്നൊക്കെ ആയിരിക്കും ചോദിക്കുന്നത്. അപ്പൊ ആ ചോദിക്കുന്നതനുസരിച്ചിട്ട് നമ്മൾ ഫസ്റ്റ് ഇതിങ്ങനെ ചെയ്യും, അങ്ങനെ ചെയ്യുന്നതൊക്കെ പറയും അല്ലെ. ചിലപ്പോ അത് അവരുദ്ദേശിക്കുന്ന രീതിയിൽ തന്നെ ആ ഇന്റർവ്യൂ ബോർഡ് ഉദ്ദേശിക്കുന്ന രീതിയിൽ തന്നെ ഈ ഇന്റർവ്യൂവിനുള്ള കാൻഡിഡേറ്റ് പ്രസന്റ് ചെയ്തിരിക്കാം. ചിലപ്പോ എന്താണ് ഈ സ്ട്രെസ് ചെയ്യുന്നത് നമുക്ക് അതിനെ മനസ്സിലാക്കി കൊടുക്കുന്ന രീതിയിൽ അവർക്ക് അല്ലെങ്കിൽ അവർ ഉദ്ദേശിക്കുന്ന രീതിയിലേക്ക് ആൻസർ എത്തിക്കാനായിട്ട് പറ്റിയെന്ന് വരില്ല. നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി അവർക്ക് ഒരു പക്ഷേ അത് ഫേസ് ചെയ്യാനല്ലേ ചിലപ്പോൾ എന്തെങ്കിലും കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടായിരിക്കും. നമുക്കറിയാം ഒരു ഹോസ്പിറ്റലിലൊക്കെ ആവുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു കാഷ്വാലിറ്റി കേസുകൾ പെട്ടെന്ന് വരുമ്പോൾ അതല്ലെങ്കിൽ മോർച്ചറി ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ വരുമ്പോൾ അത് ചിലപ്പോൾ ചെയ്യാനായിട്ടുള്ള ഒരു കഴിവ് അവർക്ക് അത് ഹാൻഡിൽ ചെയ്യാനായിട്ടുള്ള പവർ ചിലപ്പോൾ കുറവായിരിക്കും. അപ്പൊ അത്തരത്തിലുള്ള സിറ്റുവേഷൻ ആയിരിക്കും ഇതിന് മുമ്പിൽ കാണിച്ചു കൊടുക്കുന്നത്. അപ്പൊ അത് പെട്ടെന്ന് തന്നെ അവർക്ക് ഇതന്നെ ഈ ഇത്തരത്തിലുള്ള സ്ട്രെസ് വരുമ്പോൾ സ്ട്രെസ് വന്നിട്ട് അവർക്ക് അത് ഉൾക്കൊള്ളാനായിട്ട് പ്രസന്റ് ചെയ്യാൻ പറ്റാതെ വരും. ചിലപ്പോൾ അവർ നിരാശപ്പെട്ടു പോകും. ചിലരുടെ പക്ഷെ അങ്ങനെയല്ല, ബോൾഡായിരിക്കും. അവരെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് അത് ഹാൻഡിൽ ചെയ്ത് കാണിച്ചു കൊടുക്കും. അങ്ങനെ വരുമ്പോൾ എന്താ സംഭവം, ഈ വ്യക്തി അനുയോജ്യനായ വ്യക്തിയാണോ എന്ന് ഇന്റർവ്യൂ ബോർഡിലുള്ളവർക്ക് തീരുമാനിക്കാനായിട്ട് സാധിക്കും. അപ്പൊ നമ്മൾ പറഞ്ഞു നിർത്തിയത് എന്താണ്, അവരെ നിരാശപ്പെടുത്തുന്നു. ദിസ് ഈസ് ഡൺ ഇൻ ഓർഡർ ടു ഫൈൻഡ് ഔട്ട് ഹൗ എ കാൻഡിഡേറ്റ് ബിഹേവ്. അദ്ദേഹത്തിന്റെ പെരുമാറ്റം എങ്ങനെയാണ് ഈ കൊടുത്തിരിക്കുന്ന സ്ട്രെസ് ആയിട്ടുള്ള ആക്ടിവിറ്റിയിൽ അവർ എങ്ങനെയാണ് പ്രതികരിക്കുന്നത്, അത് അനുസരിച്ചിട്ട് അവർക്ക് അവരുടെ അകോപം അല്ലെങ്കിൽ അവരതിന് ചിലപ്പോൾ ദേഷ്യത്തോടുകൂടിയായിരിക്കും, ചിലപ്പോൾ അവർക്ക് കൺഫ്യൂഷൻ ആയിരിക്കും, എന്താ അത് ചെയ്യേണ്ടത്, ചിലപ്പോൾ അവർക്ക് പേടിയായിരിക്കും.
ആ ഒരു രീതിയിലേക്ക് അവരെ ഉൾക്കൊണ്ട് അത് കറക്റ്റ് ആയിട്ട് വലിയ കുഴപ്പമില്ലാതെ ഹാൻഡിൽ ചെയ്യാമെങ്കിൽ അവർക്ക് ഒരു അപ്പോയിന്റ്മെന്റ് കൊടുക്കുന്ന ഒരു രീതിയാണ്. പറഞ്ഞു. അപ്പോ വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. നമ്മുടെ ഇന്റർവ്യൂ എന്നുള്ളത് നമ്മളെല്ലാവരും സുപരിചിതമായിട്ട് അല്ലെ, ഏതൊരു ജോലിക്കും ചിലപ്പോൾ ഇന്റർവ്യൂ ഫേസ് ചെയ്യുന്നതായിട്ട് വരും. പ്രധാനമായിട്ടും ഫേസ് ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള ഇന്റർവ്യൂകളായിരിക്കും ഓരോ ഡിപ്പാർട്ട്മെന്റുകളോ ഓരോ രീതി അനുസരിച്ചിട്ടായിരിക്കും ഇന്റർവ്യൂ തീരുമാനിക്കുന്ന അനുസരിച്ചിട്ടായിരിക്കും നടത്തുന്നത്. പക്ഷെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഇന്റർവ്യൂ നടത്താം എന്നുള്ളതാണ്. നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് പ്രൊമോഷനാണ്. കുറച്ച് ചെറിയ ചെറിയ മെത്തേഡ്സ് ആണ്, നിങ്ങൾക്ക് അറിയാവുന്നത് തന്നെയാണ്. പ്രൊമോഷൻ, ഡിമോഷൻ, ട്രാൻസ്ഫർ, സെപ്പറേഷൻ, അങ്ങനെ ചെറിയ ചെറിയ ടോപ്പിക്കുകളാണ്. പ്രൊമോഷൻ നമുക്കറിയാലേ, ഒരു ഗവൺമെന്റ് എംപ്ലോയിക്ക് ആവുമ്പോൾ പ്രധാനമായിട്ടും നമുക്കറിയാം അവരുടെ ഇത് കഴിയുമ്പോഴേക്കും പ്രൊമോഷൻ കിട്ടും. കേസ് നമ്മൾ നേരത്തെ ഹ്യൂമൻ റിസോഴ്സിൽ തന്നെ നമ്മൾ പഠിച്ചതാണ്. നേരത്തെ തന്നെ എവിടെയെങ്കിലും ഒരു വേക്കൻസി വരുമ്പോൾ അതാത് സ്ഥാപനത്തിലുള്ള വ്യക്തികളുടെ എക്സ്പീരിയൻസ് ക്വാളിഫിക്കേഷൻ ആയിട്ടുള്ള വ്യക്തികളുണ്ടെങ്കിൽ അവരുടെ പ്രൊമോഷൻ കൊണ്ട് നികത്തി കഴിഞ്ഞതിന് ശേഷം താഴെയുള്ള പോസ്റ്റുകളിലേക്ക് നമുക്ക് പട്ടികയിൽ ക്ഷണിക്കാനായിട്ട് അപ്പോൾ അങ്ങനെ റിക്രൂട്ട്മെന്റ് കാര്യങ്ങൾ നടത്തുന്നതൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചതാണ്. കേസ് നമുക്ക് PSC-യിലൊക്കെ അറിയാം എന്താണ് അതിന്റെ ക്ലർക്കുകളൊക്കെ നിയമിക്കും. അവിടെയുള്ള ഗവൺമെന്റ് എംപ്ലോയീസിന് ഇതാണ് പ്യൂരി ക്ലർക്കും ഹെഡ് ക്ലർക്കും ഒക്കെ ആയിട്ട് അവർക്ക് പ്രൊമോഷൻ കൊടുക്കുകയും ചെയ്യുന്നത്. ആ ഒരു രീതി തന്നെയാണ് പ്രൊമോഷൻ എംപ്ലോയിക്ക് വരുന്നത്. പ്രൊമോഷൻ മീൻസ് ട്രാൻസ്ഫർ ഓഫ് ആൻ എംപ്ലോയി ടു എ ജോബ് which pays more money or carries some preferred status. അതായത് നമുക്ക് പ്രൊമോഷൻ വരുമ്പോൾ എന്താ പ്രധാനമായിട്ട് കിട്ടുന്നത്, അവർക്ക് കുറച്ചും കൂടി അല്ലെ ശമ്പള വർധനവ് കിട്ടും. അതോടൊപ്പം തന്നെ ഇത്തിരി കൂടി സ്റ്റാറ്റസ് അല്ലെ, അവരുടെ ഡിഗ്രി അന്തസ്സ് ഇത്തിരി കൂടി ഉയർത്തുന്നതായിരിക്കും. നേരത്തെ പറഞ്ഞ അതിന്റെ ക്ലർക്കിൽ നിന്നും എന്താണ് UD ക്ലർക്കിലേക്ക് അല്ലെങ്കിൽ ഹെഡ് ക്ലർക്കിലേക്ക് അങ്ങനെ പ്രൊമോഷൻ ചെയ്ത് കിട്ടുന്ന ഒരവസ്ഥ. ആ ഒരു സ്റ്റാറ്റസിൽ മാറ്റം വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ചെറിയതായിട്ട് എന്താണ് അവരുടെ സാലറിയിലും മാറ്റങ്ങൾ. The normal policy is to take the merit into consideration. Sometimes the length of service, education, training courses completed, previous work history, etc. are factors which are given weight while deciding on a promotion. അതായത് നോർമലി നമുക്കറിയാം മെറിറ്റ് അടിസ്ഥാനത്തിൽ പ്രൊമോഷൻ കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ചിലതെല്ലാം അല്ലെ ഗവൺമെന്റ് ഫീൽഡിലേക്കൊക്കെ നോക്കുമ്പോൾ നമുക്കറിയാം അവരെ ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റുകളും കാര്യങ്ങളും അല്ലെങ്കിൽ സർവീസ് എത്രത്തോളം സർവീസുകൾ എത്രത്തോളം നാള് സർവീസ് ചെയ്തു എന്നുള്ളതൊക്കെ ഇതിന്റെ ബേസിൽ അല്ലെങ്കിൽ അവരുടെ ട്രെയിനിങ് കോഴ്സുകളൊക്കെ ട്രെയിനിങ് കോഴ്സുകൾ അവർ അറ്റൻഡ് ചെയ്തു അല്ലെങ്കിൽ അവരുടെ പ്രീവിയസ് വർക്ക് ഹിസ്റ്ററി അത് ഏത് ഫീൽഡിലാണെങ്കിലും അങ്ങനെ തന്നെയാണ്. നമ്മൾ നേരത്തെ ഹ്യൂമൻ റിസോഴ്സിൽ നമ്മൾ പറഞ്ഞതാണ് റിക്രൂട്ട്മെന്റിന് മുമ്പ് അവരെ പ്രൊമോഷന് വിധേയമാക്കുമ്പോൾ അവരുടേതായിട്ടുള്ള ആ ഒരു ഹിസ്റ്ററികൾ അവരുടെ കോഴ്സുകൾ അതേമാതിരി തന്നെ എഡ്യൂക്കേഷൻ സ്റ്റാറ്റസ് എന്തെങ്കിലും സർവീസിന്റെ ലെങ്ത് ഉണ്ടെങ്കിൽ അതെല്ലാം നോക്കിയിട്ടാണ് പ്രൊമോഷൻ എന്നുള്ള ഇതിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പൊ ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് അവരുടെ മെറിറ്റ് കൺസിഡർ ചെയ്യാം, ലെങ്ത് ഓഫ് സർവീസസ്, എഡ്യൂക്കേഷൻ, ട്രെയിനിങ് കോഴ്സ് കംപ്ലീറ്റഡ്, പ്രീവിയസ് വർക്കിംഗ് ഹിസ്റ്ററീസ്, ഇതെല്ലാം ഈ പ്രൊമോഷന്റെ ഫാക്ടേഴ്സ് ആണ്. ഇതെല്ലാം വെയിറ്റേജ് അല്ലെ, നമ്മൾ ഒരു 10 വേക്കൻസിന്ന് 5 പേർക്കാണ് പ്രൊമോഷൻ സാധ്യതയുള്ളൂ എങ്കിൽ ഈ 10 പേരുടെയും ഇത്തരത്തിലുള്ള ഫാക്ടേഴ്സ് നോക്കിയിട്ട് ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ളവരെയാണ് ഉള്ളവരിൽ നിന്ന് 5 പേരെയാണ് പ്രൊമോഷന് വിധേയമാക്കുന്നത്. അപ്പൊ അതാണ് ഈ പ്രൊമോഷൻ എന്ന ഇതിൽ വരുന്നത്. ഡിമോഷൻ, പ്രൊമോഷന് ശേഷം തന്നെ കഴിയുമ്പോൾ തന്നെ ഡിമോഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത് നേരെ ഓപ്പോസിറ്റ് ഉള്ള ഒരു കാര്യമാണ്. ഡിമോഷൻ എന്തുകൊണ്ടാണ് ചെയ്യുന്നത്? ഡിമോഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പ്രൊമോഷൻ വരുന്നത് നന്നായിട്ട് ചെയ്യുന്ന പേഴ്സൺസ് ആയതുകൊണ്ടാണ് അവർക്ക് സ്റ്റാറ്റസ് ഉയർത്തി സാലറി കൂട്ടി കൊടുക്കുന്നത്. ഡിമോഷൻ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണോ അവരുടെ ഉത്തരവാദിത്വം കൃത്യമായിട്ട് നിർവഹിക്കാതെ വരുമ്പോൾ ഇപ്പൊ മാനേജ്മെന്റില് എന്ത് തോന്നും, അവരെ ഒന്നും കൂടി എംപ്ലോയർ ഉടമസ്ഥരെ എന്തുകൊണ്ടുകൂടി താഴ്ത്തി അവരുടെ സ്റ്റാറ്റസ് ഒക്കെ ഒന്നുകൂടി താഴ്ന്ന പോസ്റ്റിലേക്ക് കൊടുക്കുന്നു, സാലറി താഴ്ന്ന പോസ്റ്റിലേക്ക് കൊടുക്കുന്ന ഒരു രീതിയാണ് ഡിമോഷനിൽ നടക്കുന്നത്. അപ്പൊ ഡിമോഷൻ ചെയ്യുമ്പോൾ എന്ന പ്രത്യേകത അത് വർക്കേഴ്സിന്റെ ഇടയിൽ തന്നെ നന്നായിട്ട് തന്നെ പ്രവർത്തിക്കാനായിട്ടുള്ള ഒരു ഇതും കൂടി അല്ലെ, അവർക്ക് അല്ലെങ്കിൽ പ്രവർത്തിച്ചില്ലെങ്കിൽ നമ്മുടെ ഉള്ള പൊസിഷനിൽ നിന്ന് താഴേക്ക് പോകുന്നുള്ള ഒരു ചെറിയൊരു പ്രോബ്ലം ഉണ്ടാവും. ആ ഒരു സിറ്റുവേഷൻ നേരിടാൻ വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് എഫിഷ്യന്റ് ആയിട്ട് അവര് വർക്ക് ചെയ്യുന്നുള്ളതാണ്. ഡിമോഷൻ മീൻസ് ദ ലോവറിംഗ് ഡൗൺ ഓഫ് ദി സ്റ്റാറ്റസ്, സാലറി ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ആൻ എംപ്ലോയീസ്. അതായത് ഒരു എംപ്ലോയിയുടെ അവരുടെ സ്റ്റാറ്റസ് താഴേക്ക് അവരുടെ
ആ ഒരു ഡിഗ്നിറ്റി അന്തസ്സ് താഴേക്ക് കൊണ്ടുവരുന്നു. അതോടൊപ്പം തന്നെ സാലറിയും വെട്ടിക്കുറയ്ക്കുന്നു. അവരുടെ ഉത്തരവാദിത്തങ്ങളും വെട്ടിക്കുറയ്ക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുവരുന്നതാണ് ഡിമോഷന്റെ നടക്കുന്നത്. Demotions serve a useful purpose in the sense that they keep the employees vigilant and alive to their responsibilities and duties. അതായത് ജോലിയിലെ ഓരോ വിജിലന്റ് അല്ലെ ഓരോ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും അല്ലെങ്കിൽ സ്വന്തം ഉത്തരവാദിത്തങ്ങൾ അല്ലെങ്കിൽ കടമകൾ അത് കൃത്യമായിട്ട് നിർവഹിക്കാനും പ്രാപ്തരാക്കുന്ന ഒരു ടേമാണ് എന്താണ് ഡിമോഷൻ. ചെയ്തില്ല എങ്കിൽ എന്താണ് ഉള്ള പൊസിഷനിൽ താഴേക്ക് അല്ലെങ്കിൽ ഉള്ള റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ ഉള്ള സാലറി കട്ട് കുറയ്ക്കും അല്ലെ. നമ്മൾക്കുള്ള സാലറിയിൽ നിന്ന് താഴേക്ക് പോകേണ്ടതായിട്ട് വരുമെന്നുള്ള രീതിയിലേക്ക് ഇതാണ് ഡിമോഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. തന്നെ ട്രാൻസ്ഫർ ഇതുപോലെ ഇങ്ങനെയുള്ള മറ്റൊരു ഇതാണ്. ട്രാൻസ്ഫർ ഇസ് horizontal or lateral movement of an employee from one job section, department or position to another with the same or another place where his salary, status and responsibilities are the same. അതായത് പ്രൊമോഷനും ഡിമോഷനും പോലെ സാലറിയിൽ വേരിഫിക്കേഷൻ ഒന്നുമില്ല. സാലറി എപ്പോഴും സെയിം ആയിരിക്കും. പക്ഷെ എന്താണ് ഒരു സ്ഥലത്ത് നിന്ന് അല്ലെ ഒരു ഡിപ്പാർട്ട്മെന്റിൽ മറ്റൊരു ഡിപ്പാർട്ട്മെന്റ് ഹോസ്പിറ്റലിലേക്ക് ആവുമ്പോൾ നമുക്കറിയാം വിവിധ ഡിപ്പാർട്ട്മെന്റുകൾ ഒരു ഇതിൽ തന്നെ ഉണ്ടാവും. അത് ഒരു പ്ലേസിൽ നിന്ന് മറ്റൊരു പ്ലേസിലേക്ക് സെയിം സ്റ്റാറ്റസിൽ തന്നെ ജോലി ചെയ്യുന്ന ഒരു രീതിയാണ്. അതേസമയം നമുക്കറിയാം വ്യത്യസ്ത അല്ലെ ഓരോ ലൊക്കാലിറ്റി കേന്ദ്രീകരിച്ചൊക്കെ ആണെങ്കിൽ ഒരു ലൊക്കാലിറ്റിയിൽ നിന്ന് മറ്റൊരു ലൊക്കാലിറ്റിയിലേക്കൊക്കെ ഇതേമാതിരി തന്നെ ഒരേ സ്റ്റാറ്റസ് ഉള്ള വർക്ക് തന്നെയായിരിക്കും ചിലപ്പോൾ അങ്ങോട്ടേക്കൊക്കെ ട്രാൻസ്ഫർ ചെയ്യാം. ഈ ഒരു ട്രാൻസ്ഫർ കൊണ്ട് പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്ന താഴെ വിവരിക്കുന്നത് നോക്കാം. അപ്പൊ അത് ഒന്നില്ലെങ്കിൽ ഹൊറിസോണ്ടൽ ആയിട്ട് അല്ലെങ്കിൽ ലാറ്ററൽ മൂവ്മെന്റ് അല്ലെ ഒരു പ്ലേസിൽ നിന്ന് മറ്റൊരു പ്ലേസിലേക്ക് കൊണ്ടുപോകാനൊക്കെ ആയിട്ട് ട്രാൻസ്ഫർ ചെയ്തു പോകാനുള്ള സാധ്യതയുണ്ട്. അവരുടെ സാലറിയിൽ മാറ്റം വരുന്നില്ല, സ്റ്റാറ്റസിലോ ഉത്തരവാദിത്തങ്ങളോ ഒന്നും മാറ്റം വരുന്നില്ല. ഇത് ജനറലി ഡസ് നോട്ട് കൺസിസ്റ്റ് ഓഫ് എ പ്രൊമോഷൻ, demotion or a change in job status other than movement from one job or place to another. അതായത് നേരത്തെ പറഞ്ഞ മാതിരി സ്റ്റാറ്റസിലോ അല്ലെങ്കിൽ സാലറിയിലോ അല്ലെങ്കിൽ ഡിമോഷനോ ഒന്നല്ല ഇത് വിജയമാക്കുന്നത്. ഒരു പ്ലേസിൽ നിന്ന് മറ്റൊരു പ്ലേസിലേക്ക് അല്ലെങ്കിൽ ഒരു ഡിപ്പാർട്ട്മെന്റിൽ നിന്നോ മറ്റൊരു ഡിപ്പാർട്ട്മെന്റിലേക്കൊക്കെ അതേ സ്റ്റാറ്റസോടുകൂടി മാറുന്ന അവസ്ഥയാണ്. ട്രാൻസ്ഫർ ആർ ജനറലി affected to build up a more satisfactory work. ചിലപ്പോഴൊക്കെ നമുക്കറിയാല്ലേ നല്ല ഒരു എന്താണ് ടൗൺ ഏരിയയിലുള്ള ഇതിലേക്കൊക്കെ ഹെഡ് ഓഫീസിലേക്കൊക്കെ ട്രാൻസ്ഫർ ചെയ്യുമ്പോഴെന്താണ് നമുക്ക് കുറച്ചും കൂടി സാറ്റിസ്ഫൈഡ് എന്ന് വെച്ചാൽ ഇതിനും കൂടി ഒരുപക്ഷെ ചിലര് വർക്ക്ലോഡ് കൂടുന്നുള്ള രീതിയിലേക്കൊക്കെ ആവാം. പക്ഷെ ചിലപ്പോ എന്താണ് വ്യക്തികൾക്ക് എംപ്ലോയീസിന് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു സംതൃപ്തി നൽകുന്ന രീതിയിൽ ട്രാൻസ്ഫറിങ് ഓർഡർ വരാറുണ്ട്. ചിലപ്പോൾ വീടിനോട് അടുത്ത് തന്നെ ട്രാൻസ്ഫറിങ് ഓർഡർ ഒക്കെ വരുമ്പോൾ അവർക്ക് സംതൃപ്തിയിലും അതല്ലെങ്കിൽ എന്താണ് ചിലപ്പോ അല്ലെ ഇത്തിരി കൂടി ഗ്രാമങ്ങളിൽ നിന്ന് കുറച്ചുകൂടി ടൗണിലേക്കൊക്കെ പോകുമ്പോൾ കുറച്ചും കൂടി സർവീസ് ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ് ഒക്കെ ഉള്ളതൊക്കെ വരുമ്പോൾ അവർക്ക് ഇത്തിരി കൂടി ജോലിയോട് താല്പര്യമൊക്കെ തോന്നും. അപ്പൊ അത് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് ട്രാൻസ്ഫറിന്റെ എന്നുള്ളതാണ് പറയുന്നത്. ട്രാൻസ്ഫർ ആർ generally affected to build up a more satisfactory work team. Then separations ആണ് നോക്കാം. എന്തെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. പ്രൊമോഷനും ഡിമോഷനൊക്കെ നിങ്ങൾ നോക്കി വെച്ചേക്കുന്നതാവും. കാരണം ഓപ്ഷൻസ് ഒക്കെ വരുമ്പോൾ ഇങ്ങനെ പ്രൊമോഷൻ ഡിമോഷൻ ട്രാൻസ്ഫർ ഒക്കെ വെച്ച് സെപ്പറേഷൻ ഒക്കെ വെച്ചിട്ട് ഒന്നിച്ച് വരുന്ന ചോദിക്കുമ്പോൾ എന്താണ് എന്നുള്ള ഐഡിയ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു ക്വസ്റ്റ്യൻ അനുസരിച്ചിട്ട് ആൻസർ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അതൊക്കെ ജസ്റ്റ് നോക്കി വെക്കണം. അതേപോലെ തന്നെ ഇന്റർവ്യൂ വ്യത്യസ്ത തരത്തിലുള്ള ഇന്റർവ്യൂകളും എന്താണ് എന്നുള്ളത് ജസ്റ്റ് മനസ്സിലാക്കി. എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് സെപ്പറേഷൻ. സെപ്പറേഷൻസ് എന്ന് പറയുമ്പോൾ എന്താണ് നമ്മൾ നേരത്തെ പറഞ്ഞ മാത്രമല്ല നമ്മൾ അതിൽ നിന്ന് അല്ല ജോലിയിൽ നിന്ന് വിട്ടുപോകേണ്ട ഒരവസ്ഥ അത് എന്താണെന്നുള്ളത് നോക്കാം. സെപ്പറേഷൻ മീൻസ് ടെർമിനേഷൻ ഓഫ് സർവീസ് ഓർ അഗ്രിമെന്റ് വിത്ത് ഓർഗനൈസേഷൻ ഫോർ സം റീസൺസ് അല്ലെ നമ്മൾക്ക് അതിൽ നിന്ന് മാറിപ്പോകേണ്ട അവസ്ഥ ആ ഒരു
സ്ഥാപനത്തിൽ നിന്ന് ലീവായി പോകേണ്ട ഒരു അവസ്ഥ വരുന്നുണ്ട്, സർവീസിൽ നിന്ന് വിരമിച്ചു പോകേണ്ട അവസ്ഥ വരുന്നുണ്ട്. The employee may be separated from the payroll of an organization because അങ്ങനെ വരാനായിട്ടുള്ള സാധ്യത എന്താണ്, താഴെ പറയുന്ന സാധ്യതകൾ കൊണ്ടാണ് അങ്ങനെ നിന്ന് ജോലിയിൽ നിന്ന് വിട്ടുപോകേണ്ട അവസ്ഥ വരുന്നത്. ഫസ്റ്റ് വൺ പറയുന്നത് resignation may be put involuntarily by the employee. ട്രാൻസ്ഫർ ഒന്നുകൂടി പറയാണോ ചോദിക്കുന്നത്. അറിയാം, ട്രാൻസ്ഫർ എന്ന് പറയുന്നത് നമ്മൾ പ്രൊമോഷൻ ഡിമോഷൻ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ സ്റ്റാറ്റസിൽ അല്ലെ, ജോലിയിലെ ആ സ്റ്റാറ്റസിലൊക്കെ വ്യത്യാസം ഉണ്ടാവും. ഞാൻ നേരത്തെ ഒരു എക്സാമ്പിൾ പറഞ്ഞു, എന്താണ് ക്ലർക്ക് അല്ലെ, ക്ലർക്ക്, യൂണിറ്റ് ക്ലർക്ക്, ഹെഡ് ക്ലർക്ക് എന്ന് പറഞ്ഞ മാതിരി തന്നെ ഏത് പൊസിഷനിലും വരുമ്പോൾ നമ്മളിപ്പോ നഴ്സിംഗ് ഫീൽഡിൽ നമ്മൾ പറയാമെന്നു പൊസിഷൻ അനുസരിച്ചൊക്കെ സൂപ്പർവൈസർ, സൂപ്പർവൈസർ എല്ലാം അങ്ങനെ താഴേക്ക് സ്റ്റാഫ് നഴ്സ് തുടങ്ങിയാണ് നമ്മൾ അങ്ങനെ പോയത്. അസിസ്റ്റന്റ് നഴ്സുമാരുടെ കഴിഞ്ഞിട്ട് സ്റ്റാഫ് നഴ്സ് വന്നു, പിന്നെ ഇൻചാർജ് വന്നു, അങ്ങനെ നമ്മൾ സൂപ്പർവൈസർ അങ്ങനെ മുകളിലേക്ക് പോവുകയാണ്. അപ്പൊ അവരുടെ ആ ഡിഗ്നിറ്റിയില് അന്തസ്സില് വ്യത്യാസം വരുന്നുണ്ട്. പ്രൊമോഷൻ വരുമ്പോൾ താഴേക്ക് പോവുകയാണെങ്കിൽ അന്തസ്സിൽ വ്യത്യാസം വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ റെസ്പോൺസിബിലിറ്റീസ്, ഉത്തരവാദിത്തങ്ങളിലും വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. മേലെ തട്ടുകളിലേക്ക് പോകുമ്പോൾ ഉത്തരവാദിത്തങ്ങൾ വേറൊരു പൊസിഷനിലായിരിക്കും. ചിലപ്പോൾ മീറ്റിങ്ങുകളൊക്കെ വിളിച്ചു കൂട്ടാനുള്ള ഒരു റെസ്പോൺസിബിലിറ്റി ഒക്കെ കിട്ടും. താഴേക്കിടയിലുള്ളപ്പോഴത്തേക്ക് ജോലി ചെയ്യുക എന്നുള്ളൊരു വർക്കേഴ്സ് അത് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. പിന്നെ അതോടൊപ്പം തന്നെ സാലറിയിൽ അല്ലെ, പ്രൊമോഷൻ അനുസരിച്ചിട്ട് സാലറിയിലും കൂട്ടിക്കൊടുക്കുന്ന ഒരവസ്ഥയുണ്ട്. ഡിമോഷൻ വരുമ്പോൾ സാലറിയൊക്കെ കുറച്ചു കൊടുക്കുക. പക്ഷെ ട്രാൻസ്ഫർ എന്ന ഒരു ടേം എടുക്കുമ്പോൾ ഇതേമാതിരിയായിട്ടുള്ള ഈ കാര്യങ്ങളൊന്നും അതിലുണ്ടാവില്ല. പ്രൊമോഷനനുസരിച്ചിട്ടുള്ള സാലറി കൂട്ടിക്കിട്ടില്ല, പിന്നെ സ്റ്റാറ്റസ് ഉയർത്തിക്കിട്ടില്ല, റെസ്പോൺസിബിലിറ്റിക്കും എന്താണ് മാറ്റമൊന്നും വരില്ല. ട്രാൻസ്ഫറിൽ എന്താണ്, സെയിം റെസ്പോൺസിബിലിറ്റി ആയിരിക്കും, സെയിം സാലറി ആയിരിക്കും, അതോടൊപ്പം തന്നെ സെയിം ഡിഗ്നിറ്റി ആയിരിക്കും. അവരുടെ അന്തസ്സും സെയിം ആയിട്ട് സ്റ്റാറ്റസ് ഒക്കെ ഒരേപോലെ തന്നെ. പക്ഷെ ഒന്ന് മാത്രമേ ഉള്ളൂ, ഒരു പ്ലേസിൽ നിന്ന് മറ്റൊരു പ്ലേസിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നു. ചിലപ്പോ നമ്മള് ട്രാൻസ്ഫർ വിത്ത് പ്രൊമോഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ട്രാൻസ്ഫർ വരും. അത് വിത്ത് പ്രൊമോഷനും കൂടിയിട്ടാണ് ട്രാൻസ്ഫർ വരുന്നത്. ട്രാൻസ്ഫർ ഓർഡർ ഇറക്കുമ്പോൾ വിത്ത് പ്രൊമോഷനും കൂടി ഉണ്ടെങ്കിൽ അവിടെ എന്താണ്, ഒരു പ്ലേസിൽ നിന്ന് പ്രൊമോട്ട് ചെയ്ത് മറ്റൊരു സ്ഥലത്തേക്ക് പോവുകയും ചെയ്യാം. അതോടൊപ്പം തന്നെ ട്രാൻസ്ഫറും കൂടി വരികയാണ്. വെറും ട്രാൻസ്ഫർ ആണെങ്കിൽ എന്താണ്, അതിൽ ഈ ഒരു വേരിയേഷൻസ് ഒന്നും ഉണ്ടാവില്ല. ഒരു പ്ലേസിൽ നിന്ന് മറ്റൊരു പ്ലേസിലേക്ക്, അതേ സ്ഥാപനത്തിന്റെ തന്നെ മറ്റൊരു പ്ലേസിലേക്ക് പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ അവിടെ എന്താണ്, ഡിഗ്നിറ്റിക്കോ സാലറിക്കോ റെസ്പോൺസിബിലിറ്റിക്കോ ഒന്നും മാറ്റങ്ങൾ വരുന്നത്. അത് ഇതിന്റെ ഒരു പ്രത്യേകത അനുസരിച്ചിട്ട് ട്രാൻസ്ഫർ ഓർഡർ വരുമ്പോൾ ചിലപ്പോഴൊക്കെ ചിലർക്ക് അനുകൂലമായിട്ട് വരും. കാരണം നമുക്കറിയാം, നമ്മുടെ വീട്ടിനോട് ചേർന്നുള്ള പ്ലേസിലേക്കൊക്കെ ട്രാൻസ്ഫർ ഓർഡർ വരാണെങ്കിൽ എന്താണ്, അവിടെ അടുത്ത് പോയി ജോലി ചെയ്യാൻ സാധിക്കും അല്ലെ. അവർ അത്രയും ദൂരം സഞ്ചരിക്കേണ്ടി വരില്ല. ചിലപ്പോൾ എന്താണ്, നമ്മുടെ ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി ഉള്ള പ്ലേസിലേക്ക് ആണെങ്കിലും എന്താണ്, അവിടെ കൂടുതൽ ചിലപ്പോ അകലെയാണെങ്കിൽ കൂടി ചിലപ്പോ എന്താണ് റെയിൽവേയിലേക്കൊക്കെ പോകാനായിട്ട് ട്രെയിനൊക്കെ പോകാൻ പറ്റുന്നതാണെങ്കിൽ അതും ഒരു ഫെസിലിറ്റി ഉള്ളതാണ് അല്ലെ. ഗ്രാമങ്ങളെ അപേക്ഷിച്ച് അത് ഇത്തിരി സൗകര്യപ്രദമായ കാര്യമാണ്. ഇപ്പൊ ഹോസ്പിറ്റലിലൊക്കെ ആണെങ്കിൽ നമുക്കറിയാം വിവിധ ഡിപ്പാർട്ട്മെന്റുകളാണ്. അപ്പൊ നമുക്ക് ഇഷ്ടമുള്ള ഡിപ്പാർട്ട്മെന്റിലേക്കാണ് ട്രാൻസ്പോർട്ടറിലേക്ക് എന്താണ്, അവിടെ നമുക്ക് ഇതിനുകൂടി സാറ്റിസ്ഫൈഡ് ആയിട്ട് തൃപ്തിയായിട്ട് ജോലി ചെയ്യാൻ സാധിക്കും. ആ ഒരു പോയിന്റ് ആണ് ഇതിൽ പ്രധാനമായിട്ടും എടുത്തു പറയുന്നത്. ട്രാൻസ്ഫർ ജനറലി മോർ സാറ്റിസ്ഫാക്ടറി മെത്തേഡ്. ട്രാൻസ്ഫർ എന്താന്നുള്ളത് മനസ്സിലായോ? ഞാനത് വായിച്ചില്ല. അതാണ് ട്രാൻസ്ഫർ കൊണ്ട് പ്രതീക്ഷിക്കുന്നത്. ട്രാൻസ്ഫർ വിത്ത് പ്രൊമോഷൻ എന്ന് പറയുമ്പോൾ നമ്മള് മനസ്സിലാക്കണം, അവിടെ എല്ലാം വേരിയേഷൻ ഉണ്ട്. ട്രാൻസ്ഫർ വിത്ത് ഡിമോഷൻ എന്ന് പറഞ്ഞാലും വേരിയേഷൻ ഉണ്ട്. അപ്പൊ ഒരു സ്ഥലത്ത് നിന്ന് മറ്റു സ്ഥലത്തേക്ക് ഡിമോഷനോട് കൂട്ടിയിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ സാലറി വെട്ടി കുറയ്ക്കുന്നുണ്ട്, സ്റ്റാറ്റസ് വ്യത്യാസം വരുന്നുണ്ട്, റെസ്പോൺസിബിലിറ്റിയും കുറയ്ക്കുന്നുണ്ട്. പ്രൊമോഷൻ എന്ന് പറയുമ്പോൾ സാലറി കൂട്ടുന്നുണ്ട്, അതേമാതിരി സ്റ്റാറ്റസ് ഉയർത്തുന്നുണ്ട്, റെസ്പോൺസിബിലിറ്റിയൊക്കെ മാറ്റുന്നുണ്ട്. വെറും ട്രാൻസ്ഫർ ആണെങ്കിൽ മാറ്റമൊന്നുമില്ല. ഇനി നമുക്ക് നോക്കാനുള്ളത് സെപ്പറേഷൻ ആണ്. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നു, ജോലിയിൽ നിന്ന് എംപ്ലോയീസിന് അവിടെ നിന്ന് വിട്ടുപോകേണ്ട ആവശ്യകതകൾ വരാൻ ചാൻസ് ഉണ്ട്. അതിന്റെ ഫസ്റ്റ് വൺ പറയുന്നത് റെസിഗ്നേഷൻ may be put in voluntarily by the employee on account of a health, physical disability, better opportunities elsewhere, responsible reasons of a marriage, etc. അതായത് നമ്മളെ രാജിവെച്ച് പോലെ സ്വമേധയ രാജിവെച്ച് പോകുന്ന ഒരു രീതിയാണ് ആ ജോലിയിൽ നിന്ന്. അതിനുള്ള കാരണങ്ങൾ ചിലപ്പോൾ ഹെൽത്ത് ഇഷ്യൂസ് അല്ലെ, നമ്മുടെ
ആരോഗ്യപരമായിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂസ് വരാം, അതല്ലെങ്കിൽ ഫിസിക്കൽ ഡിസബിലിറ്റി. ചിലപ്പോൾ എന്താണ് നമ്മുടെ ആരോഗ്യത്തിൽ വൈകല്യങ്ങൾ എന്തെങ്കിലും വരുന്ന ചേർന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ എത്തിപ്പെടാൻ പറ്റാതെ വരാം. അതേപോലെ തന്നെ ബെറ്റർ ഓപ്പർച്യൂണിറ്റീസ് എൽസ്വെയർ, മറ്റെവിടെയെങ്കിലും ഇതിനേക്കാൾ നല്ല ഒരു ജോലി സാധ്യത വരികയാണെങ്കിൽ വിട്ടുപോകാനുള്ള സാധ്യതയുണ്ട്. റീസൺസ് ഓഫ് മാരേജ്, അതായത് പേഴ്സണൽ ആയിട്ടുള്ള പക്ഷെ മാരേജും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതിലേക്ക് എത്തിപ്പെടേണ്ട അവസ്ഥ വരുമ്പോഴേക്ക് ചിലപ്പോൾ എന്താണ് ഈ ഒരു ജോലിയിലേക്ക് കണ്ടിന്യൂ ചെയ്തു കൊണ്ടുപോകാൻ സാധിക്കാതെ വരും. അവരെല്ലാം എന്താണ് ചെയ്തത്, വളരെയേറെ സ്വമേധയാ തന്നെ ആ ഒരു ജോലിയിൽ നിന്ന് രാജിവെച്ചു പോകുന്ന ഒരവസ്ഥയാണ് ഉണ്ടാവുന്നത്. സെക്കൻഡ് വൺ പറയുന്നത് ഡിസ്ചാർജ് ആൻഡ് ഡിസ്മിസൽ. അതിൽ പറയുന്നത് എന്താണ്, ഡിസ്ചാർജ് ഇൻവോൾവ്സ് എ പെർമനന്റ് ടെർമിനേഷൻ ഓഫ് an employee from the payroll because of a violation of rules or insufficient performance. അപ്പൊ തൊഴിലുടമ മനസ്സിലാക്കുകയാണ് അവരുടെ ഡ്യൂട്ടിക്ക് ഇരിക്കുന്ന ഈ തൊഴിലാളി കൃത്യമായിട്ട് അവരുടെ ജോലി കൃത്യമായിട്ട് സഫിഷ്യന്റ് ആയിട്ട് എന്താണ് സംതൃപ്തമായിട്ടുള്ള പെർഫോമൻസ് എല്ലാം കാഴ്ചവെക്കുന്നത് തൃപ്തികരമല്ലാത്ത ഒരു പെർഫോമൻസ് പ്രകടനമാണ് കാഴ്ചവെക്കുന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ മിസ്യൂസ് ചെയ്യുന്നുണ്ട്, അല്ലെ കൗൺസിലർ എമൗണ്ടുകൾ എന്തെങ്കിലും സമയമൊക്കെ മിസ്വേസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അവരെന്താണ് അവര് എംപ്ലോയർ പിരിച്ചുവിടുന്ന ഒരവസ്ഥയാണ് ഡിസ്ചാർജ് ആൻഡ് ഡിസ്മിസൽ എന്ന് പറയുന്നത്. നമ്മൾ ആദ്യം കണ്ടു റെസിഗ്നേഷൻ, വോളണ്ടിയർലി സ്വമേധയ ജോലിയിൽ നിന്ന് വിട്ടുപോകുന്നത്. രണ്ടാമത് എംപ്ലോയർ ഈ വ്യക്തിയുടെ കൃത്യതയല്ലാത്ത പെരുമാറ്റം കൊണ്ട് ഡിസ്മിസൽ ചെയ്യുന്നത്. മൂന്നാമത് പറയുന്നത് സസ്പെൻഷൻ. സസ്പെൻഷനിൽ എന്താ പറയുന്നത്, സസ്പെൻഷൻ റെഫേഴ്സ് ടു ആൻ human resource related action in which the employee is terminated from a work for a specific period of time, usually without a pay, as a form of a disciplinary action. അതായത് അച്ചടക്കങ്ങൾ അല്ലെ, നമ്മള് പോലീസിലൊക്കെ കുറച്ച് പേരെ സസ്പെൻഡ് ചെയ്തു അതിലേക്ക് സസ്പെൻഷൻ വന്നിരിക്കുകയാണെന്നൊക്കെ പറയുന്നത്. അതുകൊണ്ട് കുറച്ച് നാളത്തേക്ക് അവരുടെ അച്ചടക്കരാഹിത്യം കൊണ്ട് അവരെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുന്നത്. ചിലപ്പോൾ ഒരു പക്ഷേ 6 മാസത്തേക്കോ 9 മാസത്തേക്കോ അങ്ങനെ എന്തെങ്കിലും ഒരു നിശ്ചിത സമയത്തേക്ക് ആ ഡ്യൂറേഷൻ കൃത്യമായിട്ട് നിർണ്ണയിച്ചുകൊണ്ട് തന്നെ അവരെ ആ വ്യക്തികളെ പിരിച്ചുവിടുന്ന ഒരു അവസ്ഥയാണ്. അതിനുശേഷം ആ ഡ്യൂറേഷൻ കഴിയുമ്പോൾ വീണ്ടും അവർക്ക് ചാർജ് എടുത്ത് ഡ്യൂട്ടിയിലേക്ക് വരാം, അവരുടെ സാലറി മറ്റൊക്കെ റിസീവ് ചെയ്യാം. എന്തെങ്കിലും അച്ചടക്കരാഹിത്യം കാണിക്കുമ്പോഴാണ് എംപ്ലോയർ അല്ലെങ്കിൽ തൊഴിലുടമ അത് ചെയ്യുന്നത്, സസ്പെൻഷൻ നടത്തും. നെക്സ്റ്റ് ലാസ്റ്റ് വൺ പറയുന്നത് ലേ ഓഫ് ആണ്. ലേ ഓഫ് എന്ന് പറയുമ്പോൾ അത് നമ്മളിപ്പോ മനസ്സിലാക്കി തരേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രധാനമായിട്ടും ഒരു തൊഴിലുടമ കുറച്ച് തൊഴിലാളികളെ അവിടെ നിയമിക്കും, അല്ലെങ്കിൽ ഏത് സ്ഥാപനത്തിലും തൊഴിലാളികളെ നിയമിക്കും. ഒരുപക്ഷെ ഇവരെ കൊണ്ട് എല്ലാവരെയും കൊണ്ടും ആ ജോലി ചെയ്യിക്കേണ്ട അവസ്ഥയില്ല എന്ന വ്യക്തികൾക്ക് ഈ തൊഴിലുടമയ്ക്ക് മനസ്സിലാവുന്ന മാത്രമേ ഏതെങ്കിലും ഇപ്പൊ 8-10 പേര് ഡ്യൂട്ടിക്ക് ഇട്ടിട്ട് ചിലപ്പോൾ 8 പേരെ ആവശ്യകത അവിടെ ഉള്ളൂ എന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ ഈ 2 പേരുടെ സാലറി ഇദ്ദേഹത്തെ സംബന്ധിച്ച് മിസ്വേസ്റ്റ് ആണ്, അല്ലെ. അവര് തൊഴിലുടമയെ സംബന്ധിച്ച് അത് അങ്ങനെ കൊടുക്കേണ്ട ഒരു ആവശ്യകതയില്ല. അപ്പൊ എന്താണ് ഈ 2 പേരെ വേണ്ട എന്നുള്ള രീതിയിലേക്ക്, അതായത് ചിലപ്പോൾ അതിൽ നിന്ന് നന്നായിട്ട് ജോലി ചെയ്യാത്ത വ്യക്തികളെ ചിലപ്പോൾ അങ്ങനെ കണ്ടെത്തി കളയാം, എംപ്ലോയർക്ക് വേണമെങ്കിൽ ഒഴിവാക്കാം എന്നുള്ളതാണ് ലേ ഓഫില് പറയുന്നത്. ഞാൻ പറഞ്ഞു വരാം. ലേ ഓഫ് it is the first to an indefinite termination of the employee from the payroll owing to factors which cannot be controlled by the employer. ഒരുപക്ഷെ നമുക്കറിയാം അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാതെ വരുന്നുണ്ടാവും. ഇപ്പൊ നമ്മളിപ്പോ അക്കൗണ്ട്സ് കാര്യങ്ങളൊക്കെ നടത്തുമ്പോൾ നമുക്കറിയാം ഒരുപക്ഷെ ചിലപ്പോൾ ഈ എംപ്ലോയർക്ക് ഇവരെ കൺട്രോൾ ചെയ്യേണ്ട ആവശ്യകത അത് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാവും. അങ്ങനെ വരുമ്പോൾ purpose of a layoff is to listen the financial burden on an organization when human resources cannot be utilized in a proper manner. നല്ല രീതിയിലല്ല ഈ ഒരു റിസോഴ്സസ് ഉപയോഗിക്കുന്നത്. ഈ വ്യക്തി ഇത്തരത്തിലുള്ള റിസോഴ്സുകൾ മുഴുവനായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി ഹ്യൂമന്റെ എല്ലാ റിസോഴ്സസും അവിടെ ഉപയോഗിക്കേണ്ട ആവശ്യകത വരുന്നില്ല, അതൊരു ബർഡൻ ആയിട്ടാണ് വരുന്നത്. അപ്പൊ ഇവരെ സംബന്ധിച്ച് ആ സാലറി കൊടുക്കുന്നത് ഒരു അധികം അവർക്ക് നഷ്ടമാണ്. അങ്ങനെ വരുമ്പോഴെന്താണ് അവര് തന്നെ എംപ്ലോയർ തന്നെ തീരുമാനിക്കും 1-2 പേര് വേണ്ട, ഒരുപക്ഷെ ഒരാളെ ഒഴിവാക്കിയില്ല. ഇതാണ് ലേ ഓഫ് എന്ന ഒരു ഇതില് പറയുന്നത്. ലേ ഓഫ് refers to an indefinite termination of the employee from the payroll owing to factors which cannot be controlled by the employer. ഒരുപക്ഷെ നിങ്ങൾ കണ്ടിരിക്കാം സാധാരണയായിട്ട്
ജോലി വീട്ടിലിരുന്നിട്ട് തന്നെ സ്ഥാപനമൊക്കെ ഏൽപ്പിച്ചു കൊടുക്കുകയാണ് ചെയ്യാം. അപ്പൊ അവരവരുടെ ഡ്യൂട്ടി അവരുടെ ഇഷ്ടത്തിനൊക്കെ ആയിരിക്കും ചെയ്തുകൊണ്ടിരിക്കും. ചിലപ്പോൾ പക്ഷെ അവർക്ക് എംപ്ലോയർക്ക് ചിലപ്പോൾ വരാൻ പറ്റാത്ത ഫിസിക്കൽ കണ്ടീഷനൊന്നും ആയിരിക്കില്ല. അങ്ങനത്തെ ഒരു കണ്ടീഷനൊക്കെ ആവുമ്പോൾ ഇവർ തന്നെയായിരിക്കും എല്ലാം നടത്തിക്കൊണ്ട് പോകുന്നത്. ചിലപ്പോൾ അവരുടെ ശ്രദ്ധയിൽപ്പെട്ടിരിക്കാം ഇങ്ങനെയൊന്നും നടത്തേണ്ട ആവശ്യമില്ല, 1-2 പേര് അധികമാണ്, അപ്പൊ 1-2 പേരെ അത് അവോയ്ഡ് ചെയ്യാം. ആ ഒരു രീതിയിലാണ് ലേയോഫ് എന്ന പുതിയത് ലയനം എന്നുള്ള രീതിയിലേക്ക് എത്തിക്കുന്നത്. എന്തെങ്കിലും ആവുന്നെങ്കിൽ ശ്രമിക്കാം, വായിച്ചു നോക്കാം. ഡിസ്ചാർജ് ആൻഡ് ഡിസ്മിസൽ അല്ലെ, അത് ലേ ഓഫ് പോലെ ഒരു തോന്നലായിരിക്കാം നമുക്ക് തോന്നിയിരിക്കുന്നത്. പക്ഷെ ഡിസ്ചാർജ് ഡിസ്മിസലിൽ പ്രത്യേകമായിട്ട് കൃത്യമായിട്ട് എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കി തരുന്നുണ്ട്. ഡിസ്ചാർജ് ഇൻവോൾവ്സ് permanent termination of an employee from the payroll because of a violation of rules or for insufficient performance. അവരെ പെർമനന്റ് ആയിട്ട് മാറ്റപ്പെടുത്തുകയാണ്. കാരണം അത് കൃത്യമായിട്ട് പറയുന്നുണ്ട്, അവരുടെ ഓരോ വ്യക്തിയുടെയും ഇൻസഫിഷ്യന്റ് ആയിട്ടുള്ള പെർഫോമൻസ് കൊണ്ട് അല്ലെങ്കിൽ അവരെന്തെങ്കിലും പാളിച്ചകൾ വരുത്തിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കി എടുക്കുന്നത് കൊണ്ടാണ് എംപ്ലോയർ അവരെ അതിൽ നിന്ന് ഒഴിവാക്കുന്നത്. അതേസമയം ലേ ഓഫില് കൃത്യമായിട്ട് ഇവർക്ക് മനസ്സിലാക്കിയെടുക്കുന്നത് ഏത് പേഴ്സൺ ആണ് ഇങ്ങനെയെന്നുള്ളതൊന്നും കണ്ടെത്താനായിട്ട് സാധിക്കുന്നില്ല. വിച്ച് കാനോട്ട് ബി കൺട്രോൾഡ് ബൈ ദ എംപ്ലോയർ. അവർക്ക് എംപ്ലോയിക്ക് ഇത് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റുന്നില്ല, അവർക്ക് നോട്ടിഫൈ ചെയ്തിരിക്കാൻ സാധിക്കുന്നില്ല. പക്ഷെ ഇത്രയും പേരുടെ അവരുടെ ആവശ്യകത വരുന്നുമില്ല എന്നുള്ളത് ഇവർക്ക് മനസ്സിലാവുന്നുണ്ട് എംപ്ലോയർക്ക്. അങ്ങനെ വരുമ്പോൾ എംപ്ലോയർ 1-2 പേരെ തിരിച്ചുവിടുന്ന ഒരു അവസ്ഥയാണ്. മറ്റേതില് നമുക്കറിയാം ഏത് പേഴ്സൺ ആണ് ഈ വൈലേഷൻ വരുത്തിയെന്നുള്ളത്, ഇൻസഫിഷ്യന്റ് ആയിട്ടുള്ള പെർഫോമൻസ് കാഴ്ചവെക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കിയിരുന്നിട്ട് അവരെ പെർമനന്റ് ആയിട്ട് ആ ജോലിയിൽ നിന്ന് ഒഴിവാക്കുന്ന ഒരു അവസ്ഥയാണ് ഡിസ്ചാർജ് ആൻഡ് ഡിസ്മിസൽ. ലേ ഓഫിൽ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഒരുപക്ഷെ എംപ്ലോയർ നേരിട്ട് വന്ന് കൈകാര്യം ചെയ്ത ഒരു ബിസിനസ് ടൈം അല്ല എങ്കിലും അവര് എന്താണ് ഇത്തരത്തിന്റെ ആവശ്യകത. ഇപ്പൊ ഹോസ്പിറ്റലാണെങ്കിൽ നമ്മൾ പറഞ്ഞു ഒരുപാട് സ്റ്റാഫുകള് പേഷ്യൻസിനെയൊക്കെ നോക്കേണ്ട അവരുടെ അവസ്ഥ നമുക്കറിയാം. ഇപ്പൊ വലിയ ഹോസ്പിറ്റൽ മാത്രമല്ല, ചെറിയ ഹോസ്പിറ്റലുകൾ ഉണ്ട്. അപ്പൊ അവിടേക്ക് ഒരുപാട് പേഴ്സൺസിന്റെ ആവശ്യകത ഇല്ല എന്നുള്ളത് നോട്ടബിൾ ആണ് എങ്കിൽ അവിടെയൊന്നും ഡോക്ടേഴ്സും നഴ്സുമാരും വർക്കേഴ്സ് ഒക്കെ ഉണ്ടാവാം. അവിടെ തൊഴിലുടമയൊന്നും എപ്പോഴും ഉണ്ടാവണമെന്നില്ല. അപ്പൊ ഇവിടെ എന്താണ് പ്രോബ്ലംസ് അല്ലെ, ഇത് ബർഡൻ ആയിട്ട് ഹോസ്പിറ്റൽ നഷ്ടത്തിൽ പോകുകയാണെന്ന് ഇവർക്ക് നോട്ടബിൾ ആവുകയാണെങ്കിൽ എന്താണ് ഇവര് 1-2 പേഴ്സൺസിനെ അതിന്റെ ആവശ്യകതയില്ല എന്ന് മനസ്സിലാക്കി എടുത്തിട്ട് കട്ട് ചെയ്ത് തിരിച്ചു വിടുന്ന ഒരു അവസ്ഥയാണ് ക്ലിയർ ആയോ? സെക്കൻഡ് പോയിന്റ് ഓക്കെ ആയോ? ഇനി എന്തെങ്കിലും ഡൗട്ടുകള്? ആർക്കും പ്രത്യേകിച്ച് ഡൗട്ടൊന്നും ഇല്ലാന്ന് പറയുന്നുണ്ട്. നിങ്ങളിങ്ങനെ ഇടയ്ക്ക് പ്രതികരിക്കുന്ന കാരണം കൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ക്ലാസ് എടുത്ത് പോകാൻ സാധിക്കും. ചില ക്ലാസ് കീപ്പറിനാണ് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാനായിട്ടും എന്താ പറയാ സൈലന്റ് ആയിരിക്കും. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മൾ വീണ്ടും വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യും, നമ്മുടെ ടൈം അങ്ങനെ വേസ്റ്റ് ആവും. ഇടയ്ക്കിടയ്ക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ ആണെങ്കിൽ അങ്ങനെ ക്ലിയർ ചെയ്ത് പോകുമ്പോൾ ഞങ്ങൾക്ക് ക്ലാസ് എടുക്കാൻ എളുപ്പമായിരിക്കും. ക്വസ്റ്റ്യൻസ് പെട്ടെന്ന് തന്നെ തീർന്നു. ഇതല്ലേ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തിട്ട് പകുതി തീർക്കാനായിട്ട് സാധിച്ചില്ല. കാരണം അവരുടെ റെസ്പോൺസ് കുറവായിട്ട് പ്രതികരിക്കുമ്പോൾ നമുക്ക് ഇച്ചിരി കൂടി എന്താണ് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ പറഞ്ഞ് മനസ്സിലാക്കാനേ സാധിക്കും. അതോടൊപ്പം തന്നെ നമുക്ക് കണ്ടക്ട് ചെയ്ത് പോകാനായിട്ട് സാധിക്കും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇനി നമുക്കപ്പോ നെക്സ്റ്റ് നോക്കാനുള്ളത് കണ്ടിന്യൂ ചെയ്യാലോ.
അപ്പൊ നമുക്ക് ഇനി നെക്സ്റ്റ് നോക്കാനുള്ളത് എംപ്ലോയി ട്രെയിനിങ് ആണ്. ഇതിൽ പറയുന്നത് ട്രെയിനിങ് ഈസ് എ പ്രോസസ് ഓഫ് ലേണിംഗ് എ സീരീസ് ഓഫ് പ്രോഗ്രാംഡ് ബിഹേവിയർ. ഇറ്റ് ഈസ് ദ ആപ്ലിക്കേഷൻ ഓഫ് എ നോളജ്. It makes the people aware of the rules and the procedure to manage their behavior. അതായത് ട്രെയിനിങ് കൊടുക്കാതെ നമ്മൾ നേരത്തെ കണ്ടു ഓരോരുത്തരുടെ അപ്പോയിന്റ്മെന്റും കാര്യങ്ങളൊക്കെയാണ് ഇതുവരെ നമ്മൾ പഠിച്ചത്. ഇന്റർവ്യൂ നടത്തിയൊക്കെ ഓരോ പേഴ്സൺസിനെ നമ്മൾ കൊണ്ടുവരികയാണ്. അങ്ങനെ വരുമ്പോൾ ഈ വ്യക്തികൾക്ക് എന്താണ് ട്രെയിനിങ്ങിന്റെ ആവശ്യകതയുണ്ട്. എന്ത് ജോലിയാണെങ്കിലും തുടക്കക്കാരൊക്കെ ആകുമ്പോൾ എന്താണ് ഒരു ചെറിയ ട്രെയിനിങ്. അതിപ്പോ ട്രാൻസ്ഫർ ചെയ്ത് പോകുന്നവർ അല്ലെങ്കിൽ മറ്റേതാണെങ്കിലും പ്രൊമോഷൻ കിട്ടി പോകുന്നവരാണെങ്കിലും അവർക്ക് ചെറിയൊരു ട്രെയിനിങ് ഒക്കെ കിട്ടും. കാരണം ആ ഒരു വേക്കൻസി എങ്ങനെയാണ് ഫില്ല് ചെയ്യേണ്ടത്, അതെങ്ങനെയാണ് നടത്തിക്കൊണ്ട് പോകുന്നത് എന്നുള്ളത് അവർക്ക് മനസ്സിലാക്കി എടുക്കേണ്ടതുണ്ട്. ഇത് തന്നെയാണ് ട്രെയിനിങ്ങിൽ പറയുന്നത്. ട്രെയിനിങ് ഈസ് എ പ്രോസസ്, ഒരു പ്രവർത്തനമാണ് ഓഫ് ലേണിംഗ് എ സീരീസ് ഓഫ് പ്രോഗ്രാംഡ് ബിഹേവിയർ. അത് ആ ഒരു ജോലി എങ്ങനെയാണ് ബിഹേവ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് നമ്മൾ നടത്തിക്കൊണ്ട് പോകുക എന്നുള്ളതിന്റെ ഒരു പ്രവർത്തനമാണ് ട്രെയിനിങ്ങിൽ നടക്കുന്നത്. ഇറ്റ് ഈസ് ദ ആപ്ലിക്കേഷൻ ഓഫ് നോളജ്. അല്ലെ, നമ്മുടെ അറിവ് അത് ആപ്ലിക്കേഷനിലാക്കുകയാണ്, നടപ്പാക്കിക്കൊണ്ട് പോകുന്ന ഒരു രീതിയാണ്. ഇറ്റ് മേക്സ് ദ പീപ്പിൾ അവെയർ ഓഫ് ദ റൂൾസ് ആൻഡ് പ്രൊസീജിയർ ടു മാനേജ് ദിയർ ബിഹേവിയർ. അവരുടെ പെരുമാറ്റ രീതി അനുസരിച്ചിട്ട് ഓരോ റൂൾസ്, അവരുടെ നിയമങ്ങൾക്ക് അല്ലെങ്കിൽ ആ നടപടിക്രമങ്ങൾക്ക് അനുസരിച്ചിട്ട് ഓരോ വ്യക്തികളും എങ്ങനെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്നുള്ള ഒരു രീതിയാണ് ഇതിൽ കാണിച്ചിരുന്നത്. It tries to refine their performance on the current job or make them ready for an intended job. അപ്പൊ നമ്മൾക്ക് അറിയാം ഓരോ ജോലിക്കും, അതായത് അത് ജോലി മെച്ചപ്പെടുത്തി കൊണ്ടുപോകണം അല്ലെ, റിഫൈൻ ചെയ്യാതെ പറഞ്ഞാൽ മെച്ചപ്പെടുത്തി കൊണ്ടുപോകണം. നമ്മളിപ്പോ നേരത്തെ പറഞ്ഞ പ്രൊമോഷനൊക്കെ ആകുമ്പോൾ ആ വ്യക്തി ഓക്കെ ഏബിൾ ആണ്, പക്ഷെ പുതിയ ഒരു ജോലിക്ക് ആകുമ്പോൾ അത് അതുമായിട്ട് പൊരുത്തപ്പെട്ട് പോകാം, അത് മെച്ചപ്പെടുത്തി കൊണ്ടുപോകണം. അല്ലെങ്കിൽ ആ ഒരു പുതിയ ട്രെയിനിങ് വ്യക്തികളാണെങ്കിൽ അവർക്കും അതിനോട് ഒന്ന് പൊരുത്തപ്പെട്ട് പോകണം. അപ്പൊ ഇത് ട്രൈസ് റിഫൈൻ their performance on the current job, നിലവിലുള്ള ജോബ് ഒന്നും കൂടി മെച്ചപ്പെടുത്തി കൊണ്ടുപോകാൻ, ഓർ മേക്ക് them ready for an intended job. അത് അതിനോട് ചേർന്ന ഒരു ജോബ് വരുകയാണെങ്കിൽ അതിലും എത്രത്തോളം നന്നായിട്ട് മെച്ചപ്പെടുത്തി കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളതാണ് ഈ ട്രെയിനിങ്ങിലൂടെ നടത്തിക്കൊണ്ടു പോകുന്നത്. The primary purpose of training are to increase the productivity, to upgrade quality, to help an organization fulfill its future personal needs, to improve organization climate, to improve health and safety, obsolescence prevention and for personal growth. അപ്പൊ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്കറിയാം, ഒരു തൊഴിൽ അല്ലെ, ആ തൊഴില് ഇച്ചിരി മെച്ചപ്പെടുത്തി കൊണ്ടുപോകാനൊക്കെ ആയിട്ടായിരിക്കും ഇച്ചിരി പ്രൊമോഷൻ സാധ്യതയൊക്കെ വരുമ്പോൾ ഇച്ചിരി അതിലേക്ക് ഏറ്റവും വേണം. അപ്പൊ എന്താണ് പ്രധാനമായിട്ടും ഈ ട്രെയിനിങ് കൊടുക്കുന്നത് എന്താണ്, അവർക്ക് ഇപ്പോൾ ഒരു പ്രൊഡക്ഷൻ ഉള്ള ഒരു സ്ഥാപനമാണ്, എന്തെങ്കിലും ഉത്പാദിപ്പിക്കുന്ന ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ കമ്പനി എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ എന്താണ് അവരുടെ പ്രൊഡക്ടിവിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട്, അതല്ലെങ്കിൽ നമ്മളിപ്പോ ഹോസ്പിറ്റലാണെങ്കിൽ നമുക്കറിയാം സർവീസ്, ആ ഒരു സേവനം വർദ്ധിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ടു അപ്ഗ്രേഡ് ക്വാളിറ്റി, അത് ഗുണമേന്മയോടും കൂടിയിട്ട് ലഭ്യമാക്കാൻ വേണ്ടി, ടു ഹെൽപ്പ് ആൻ ഓർഗനൈസേഷൻ ഫുൾഫിൽ ഇറ്റ്സ് ഫ്യൂച്ചർ പേഴ്സണൽ നീഡ്സ്, അതായത് ഭാവിയിലേക്ക് ആ സ്ഥാപനത്തിന്റെ വളർച്ച അത് ഒന്നും കൂടി വികസിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട്, ഇംപ്രൂവ് ഓർഗനൈസേഷൻ ക്ലൈമറ്റ്, നമുക്കറിയാം അല്ലെ, നല്ലൊരു അന്തരീക്ഷം കെട്ടിപ്പടുക്കാൻ വേണ്ടിയിട്ട് ഇച്ചിരി കൂടി ട്രെയിനിങ് സാഹചര്യങ്ങളൊക്കെ കിട്ടുമ്പോൾ എന്താണ് എല്ലാവർക്കും സ്വന്തമായിട്ട് നല്ല കോൺഫിഡൻസോട് കൂടിയിട്ട് ജോലി ചെയ്യാൻ സാധിക്കും അല്ലെ. മറ്റുള്ളവരുടെ എന്താണ് പറയുക, അവരോട് ചോദിച്ച് ചെയ്യുന്ന ഒരവസ്ഥ മാറിയിട്ട് എല്ലാവർക്കും ട്രെയിനിങ് കിട്ടുന്ന വ്യക്തികൾക്കെല്ലാം സ്വന്തമായിട്ട് തന്നെ കോൺഫിഡൻസോട് കൂടി ജോലി ചെയ്യാനൊക്കെ സാധിക്കും. അങ്ങനെ വരുമ്പോൾ എന്താണ് അന്തരീക്ഷം എല്ലാം ആ ഒരു ക്ലൈമറ്റ് എന്ന് പറയുന്നത് എല്ലാവർക്കും എന്താണ് ഇഷ്ടപ്പെട്ട ഒരു രീതിയിലേക്ക് ചെയ്യാനുള്ള അവസ്ഥയിലേക്ക് സൃഷ്ടിക്കപ്പെടും. ടു ഇംപ്രൂവ് ഹെൽത്ത് ആൻഡ് സേഫ്റ്റി, ഇങ്ങനെയൊക്കെ ട്രെയിനിങ് കിട്ടുമ്പോൾ എന്താണ് അവരുടെ ആരോഗ്യത്തിനും അല്ലെ സുരക്ഷയ്ക്കും അത് ഉറപ്പാക്കാൻ സാധിക്കും. അല്ലെ, നമ്മള് ഒരു ട്രെയിനിങ് കിട്ടാതെ കഴിയുമ്പോൾ നമുക്ക് എന്താണ് മാനസികമായിട്ടുള്ള ഒരു സംഘർഷം ഉണ്ടാവും. എങ്ങനെ ശരിയാവോ, എങ്ങനെയാണാവോ, വരുന്ന വാർത്തകൾ എങ്ങനെയാണ് നമുക്ക് മാനേജ് ചെയ്യാനാവോ, എങ്ങനെ തുടങ്ങാനാവോ, ആരോട് ചോദിക്കാവോ, അങ്ങനെ ഒരുപാട് മെന്റലി ഒരു ഡിസപ്പോയിന്റ് ആവുന്ന ഒരവസ്ഥകളുണ്ടാവും. പക്ഷെ ട്രെയിനിങ് കിട്ടുമ്പോൾ എന്താ നമുക്ക് കുറെ കൂടി അതിനോട് പൊരുത്തപ്പെട്ട് പോകാനായിട്ട് സാധിക്കും. നമുക്ക് എന്താണ് ചിലത് കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാനുള്ള ഒരു അവസരം കിട്ടും. എങ്ങനെയാണ് കൈകാര്യം, ഒരു കോൺഫിഡൻസ്, ഒരു ആത്മവിശ്വാസം വ്യക്തികൾക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ ഒബ്സലൻസ് പ്രിവെൻഷൻ ആൻഡ് ഫോർ പേഴ്സണൽ ഗ്രോത്ത്, അതായത് നമ്മളുടെ കാലഘട്ടപ്പെട്ട കാര്യങ്ങളെല്ലാം അത്
തടയപ്പെടാനായിട്ട് സാധിക്കും. പഴയ കാലഘട്ടത്തിൽ വരുന്ന രീതിയൊക്കെ ഫോളോ ചെയ്യാതെ അതൊക്കെ തടഞ്ഞിട്ട് പുതിയ രീതി അല്ലെ പേഴ്സണൽ ആയിട്ട് നമ്മുടെ ഇപ്പോഴത്തെ രീതി അനുസരിച്ചിട്ട് വളർച്ച സ്ഥാപിക്കാനായിട്ട് സാധിക്കും. ട്രെയിനിങ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും എന്താണ് അത് വളർത്തിക്കൊണ്ടുവരിക എന്നുള്ളതാണ്. പ്രധാനമായിട്ടും നമ്മുടെ നോളജ് വളർത്തിക്കൊണ്ടുവരിക, അല്ലെങ്കിൽ നമ്മുടെ കഴിവ് വികസിപ്പിച്ചുകൊണ്ടുവരിക എന്നതാണ് ട്രെയിനിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുവഴി എന്താണ് പ്രധാനമായിട്ടും എന്താണ് ഇൻക്രീസ് പ്രൊഡക്ടിവിറ്റി, അവരുടെ ഉത്പാദനം അല്ലെങ്കിൽ സർവീസ് അത് വളർത്തിക്കൊണ്ടുവരാൻ സാധിക്കും. അവരുടെ ഗുണമേന്മയുള്ള സാധനങ്ങൾ ലഭ്യമാക്കാൻ സാധിക്കും. അതേമാതിരി ഭാവിയിൽ എന്തെങ്കിലും ഭേദഗതികൾ വരുത്തണമെങ്കിൽ അത് വളർത്തിക്കൊണ്ടുവരാനായിട്ട് അത് നികത്തി പോകാൻ അല്ലെ. ഓർഗനൈസേഷൻ ഫുൾഫിൽസ് ഇറ്റ്സ് എ ഫ്യൂച്ചർ പേഴ്സണൽ നീഡ്സ്. അവരുടെ ഭാവിയിലേക്കുള്ള ആവശ്യങ്ങൾ കൃത്യമായിട്ട് നിർവഹിച്ചു കൊണ്ടുപോകാൻ അറിയാം. കുറച്ചും കൂടി വിപുലീകരിക്കണമെങ്കിൽ കുറച്ചും കൂടി നല്ല രീതിയിൽ അല്ലെ കുറച്ച് പേഴ്സൺസിന് വരണം, കുറച്ച് അവർക്കും കുറച്ച് ട്രെയിനിങ് കിട്ടണം, എല്ലാവരോടും ഏകോപിപ്പിച്ചു കൊണ്ടുപോകണം. അങ്ങനെയൊക്കെയുള്ള നല്ലൊരു ക്ലൈമറ്റ് സൃഷ്ടിക്കണം അല്ലെ, അന്തരീക്ഷം എല്ലാവരോടും പൊരുത്തപ്പെട്ടു പോകുന്ന ഒരു അന്തരീക്ഷം സൃഷ്ടിക്കണം. അതോടൊപ്പം തന്നെ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി, എല്ലാവരുടെയും ആരോഗ്യം സുരക്ഷിതമാക്കണം. പിന്നെ പഴയ കാലഘട്ടത്തിലുള്ള കാര്യങ്ങളെല്ലാം തടഞ്ഞു വയ്ക്കണം. പുതിയതായിട്ടുള്ള വളർച്ചാ നിരക്ക് അനുസരിച്ചിട്ട് തന്നെ കാര്യങ്ങൾ ചെയ്തിരിക്കേണ്ടതുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് എംപ്ലോയീസിന് ട്രെയിനിങ് കൊടുക്കുന്നത്. ഹിസ്റ്ററി പാരഗ്രാഫ് ഒന്ന് വായിച്ചു നോക്കാം. കാലഹരണപ്പെടൽ എന്നാണ് ഒബ്സലൻസിന്റെ ഇത്. പ്രിവെൻഷൻ ആൻഡ് ഫോർ പേഴ്സണൽ ഗ്രോത്ത്. അപ്പൊ നമ്മള് കാലഹരണപ്പെടുക എന്ന് പറയുന്നത് എന്താണ്, പഴയ കാര്യങ്ങളെല്ലാം നമ്മൾ തള്ളിക്കളയല്ലേ. പുതിയ ഇന്റർവ്യൂ വരുത്തുമ്പോൾ ട്രെയിനിങ് കിട്ടുമ്പോൾ എന്താണ് പുതിയ പുതിയ കാര്യങ്ങളൊക്കെ നമ്മൾക്ക് ട്രെയിനിങ് കിട്ടുകയാണ് ചെയ്യുക. അപ്പൊ പഴയ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യേണ്ട ഒരവസ്ഥയും കൂടിയാണ്. ട്രെയിനിങ് എങ്ങനെയാണല്ലോ പുതിയതും കമ്പ്യൂട്ടറൈസ്ഡ് ആവുമ്പോൾ നമുക്കറിയാം മാനുവൽ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും വേണ്ടാന്ന് വെച്ചിട്ട് കമ്പ്യൂട്ടറൈസ്ഡ് ആവുകയും ചെയ്യും. അതിന്റെ ട്രെയിനിങ് കിട്ടുമ്പോൾ പഴയ മാനുവൽ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ വേണ്ടാന്ന് വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ഒരു ചെറിയ ടോപ്പിക് കൂടെ എടുക്കാം. എത്ര ക്ലാസ് വരും നമ്മൾ ജസ്റ്റ് നോക്കിയാൽ ഒരു ക്ലാസ് കൊണ്ട് എല്ലാം തീരില്ല അല്ലെ. നമുക്ക് എങ്കിൽ നമുക്ക് നെക്സ്റ്റ് ക്ലാസ് എടുക്കാം. കാരണം എന്തായാലും ഒരു ക്ലാസ് കൊണ്ട് ഇത് കൂടിയെത്തില്ല. ക്ലാസ് എന്തായാലും ക്ലാസ് കൊണ്ട് തീർക്കാം. അപ്പൊ ഇതുവരെയും എടുത്തതിൽ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഈ ചാപ്റ്റർ എനിക്ക് തോന്നുന്നു ലെങ്ത് ഇതിന്റെ ചാപ്റ്റർ ആണെങ്കിൽ കൂടി ഇച്ചിരി കൂടി നിങ്ങൾക്ക് ടേംസ് ഒക്കെ പരിചിതമായിട്ടുള്ള ടേംസ് ഒക്കെയാണ്. കുറച്ച് എടുക്കാനുള്ളത് അതൊക്കെ ഇത്തിരി ടഫുള്ളതാണ്. ഓവർവ്യൂ ഒക്കെ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ചാപ്റ്റേഴ്സ് ഒക്കെ തീർക്കേണ്ടതുണ്ട്. കുറച്ചും കൂടി കുറച്ച് ലെസൺസ് കൂടി നമുക്ക് എടുക്കാനുണ്ട്. പക്ഷെ നിങ്ങൾക്ക് എന്താ പറയുക ഇത്തിരി വലിയ ചാപ്റ്റർ ആണെങ്കിൽ ടേംസ് ഇന്റർവ്യൂ എന്താണ്, ട്രെയിനിങ് എന്താണ് എന്നൊക്കെ ഉള്ളത് നമ്മൾ പറഞ്ഞു വരുമ്പോ തന്നെ നിങ്ങൾക്ക് ഗ്രാസ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു ടേമാണ്. അപ്പൊ എന്തായാലും ഇത് വായിച്ചു കിട്ടേക്കാം. കാരണം ഇനി ഇത് നിങ്ങൾ ഇങ്ങനെ നോക്കി സമയം കളയാൻ നിൽക്കണ്ട.
ഒരുപാട് ഇനി ഇതൊരു വലിയ ഇതാവണോ നോക്കുന്നുള്ള വെയിറ്റ് ചെയ്ത് ഇപ്പൊ തന്നെ വായിച്ച് അവസാനിപ്പിച്ച് വെച്ചേക്കും. കാരണം ഇനി വരുന്നതൊക്കെ അപ് ടു ഡേറ്റ് ആയിട്ട് നിങ്ങൾ വായിച്ചു പോകേണ്ടതായിട്ട് വരും. എല്ലാ ഡീറ്റെയിൽസ് എടുക്കുന്നതും പുതിയ മാറ്റേഴ്സ് ആയിരിക്കും. അതെല്ലാം പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ ഇത് അന്നന്ന് തന്നെ എടുത്ത് ഒന്ന് ക്ലോസ് ചെയ്ത് വെച്ചേക്കണം. ചാപ്റ്റേഴ്സ് ഒക്കെ നിങ്ങൾ എടുക്കുമ്പോൾ തന്നെ അവരോടൊപ്പം തന്നെ ഞാനാണെങ്കിലും പുതിയ ചാപ്റ്റേഴ്സിനാണ് ചെക്ക് ചെയ്തത്. അതിന്റെ ചിലപ്പോ പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റില്ല. ചിലപ്പോൾ ചിലതൊക്കെ അതേമാതിരി തന്നെ കൺസിഡർ ചെയ്യേണ്ട ഒരു അവസ്ഥയാണ്. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. എന്തെങ്കിലും ഇപ്പൊ എടുത്തതിൽ എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? Thank you. Thank you, ma'am.